ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ശൂർപ്പണഖ വിലാപമാണ് ഇന്ന് വായിക്കാനുള്ളത്. രാമായണം. ഇന്ന് 13-ാം ദിവസമാണ്, കർക്കിടകം 13. രാവണ ഭഗിനിയും രോദനം ചെയ്തു. പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. 14,000 പേരും ഭഗവാൻ വധിച്ചു. തൃശ്ശിരാക്കളെയും വധിച്ചു. അപ്പോൾ ഇതെല്ലാം കണ്ട് ശൂർപ്പണഖ അവിടെ വീണു. പിന്നെ കരഞ്ഞ് എഴുന്നേറ്റ് പോവുകയാണ് രാവണനോട് ഇത് പറയാൻ. രാവണനോട് പറഞ്ഞു, അതിനുവേണ്ടി പോകുന്നു. സാക്ഷാൽ അഞ്ജന ശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസ രാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയും ആയ അലറും ഭഗിനിയോടവനും ഉര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോട് പരമാർത്ഥം, ബന്ധമുണ്ടായത് എന്ത് വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തത് അവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലുന്ന നേരം അവൾ ഉര ചെയ്താൾ. എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ അതിഷഠൻ എന്തറിഞ്ഞിരിക്കുന്നു. രാജാവെന്നതുകൊണ്ട് ചൊല്ലുന്നു നിന്നെ വൃഥ. നീ ഒരു രാജാവാണെങ്കിൽ ഇതൊക്കെ നടക്കുന്ന സംഭവം നീ അറിയത്തില്ലേ രാവണ. ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം നാരീ സേവയും ചെയ്തു കിടന്നിടെല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണ തൃശ്ശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർത്ഥേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തൊരു കഷ്ടമോർത്താൽ. എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ, എന്നോടു ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂല അവൻ കൊല്ലുവാനെന്നും. എന്നാൽ അന്തകൻ തനിക്ക് നൽകിയിടുവാൻ അവനെ ഞാൻ. സോദരി ചൊന്നാൾ അതു കേട്ടു രാവണനോട് യാതുധാനാധിപതേ, കേട്ടാലും പരമാർത്ഥം. ഞാൻ ഒരു ദിനം ജനസ്ഥാന ദേശത്തിങ്കൽ നിന്ന് ആനന്ദം പൂണ്ട് താനീ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമി തടംപുക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കും നേരം ആശ്രമത്തിങ്കിൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജഡാവൽക്കലങ്ങളും പൂണ്ട് ശാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിടിന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോ ഉത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികൾ ഔവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവ നാഗ മാനുഷ നാരിമാരിലേവം കാണുവാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവി താനും ഗൗരിയും വാണി മാതു ഇന്ദിരാണി താനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ. അനങ്കനും ദേവത അവളല്ലോ. തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്ന് കൽപ്പിക്കാം വികല്പമില്ല അല്പവും അതിനിപ്പോൾ. ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവൾ അവളെന്ന് കൽപ്പിച്ചു കൊണ്ടിങ്ങ് പോന്നിടുവാനൊരുമ്പെട്ടേൻ. കംസന്റെ രാവണന്റെ ഭാര്യയാക്കാൻ കൊള്ളാം, അങ്ങനെ ഞാൻ പറഞ്ഞു. മൽകുച നാസ കർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ വൃത്താന്തം ഖരനോട് ചെന്ന് ഞാൻ അറിയിച്ചേൻ. യുദ്ധാർത്ഥം നക്തഞ്ചരാനീകിനിയോടും അവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക 3:45 കൊണ്ടവൻ ഒടുക്കിനാൻ.
ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കന്നൽ നീർമിഴിയാളാം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. തുൽസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ആകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം നിന്റെ സമീപം ആക്കിയാൽ ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ. സാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ, കാമവൈരിക്കും നേരെ നിൽക്കരുത് എതിർക്കുമ്പോൾ. മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട നേരം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നുടെ മണിയറ തന്നെല്ലാം അകമ്പുക്കാൻ. സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നുടെ മണിയറ തന്നെല്ലാം അകമ്പുക്കാൻ. വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകാം മൂലം. ഭാര്യയാക്കാൻ കൊള്ളാന്ന് കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മുറിക്കകത്തേക്ക് പോയി. പിന്നെ ഉറക്കം വന്നില്ല രാവണന്. സീതയെ കിട്ടിയാൽ കൊള്ളാലോ. എത്രയും ചിത്രം ഓർത്തോളം ഇത ഒരു മർത്യനാൽ 3.25 നാഴിക നേരം കൊണ്ട് ശക്തനാം നക്തഞ്ചരപ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ ഏറും ഇരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മാനുഷനല്ല രാമനെന്നത് നൂനം. ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ ധാതാവ് മുന്നം പ്രാർത്ഥിച്ചോരു കാരണം ഇന്ന് ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ടു വന്നാൻ എങ്കിലോ ചെന്ന് വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അങ്ങനെയാണ് എന്നെ കൊല്ലാനായിട്ടാണ് അവതരിച്ച് വന്നെങ്കിൽ എനിക്ക് വൈകുണ്ഠം പ്രാപിക്കാമല്ലോ. ഭഗവാൻ വധിച്ചാൽ മോക്ഷം കിട്ടുമല്ലോ. അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസ രാജ്യം. എന്നാൽ അല്ലലിൽ ഒന്നുകൊണ്ടും മനസ്സ് നിരൂപിച്ചാൽ ഒന്നുകിൽ വൈകുണ്ഠം കിട്ടും, ഇല്ലെങ്കിൽ ഇവിടെ രാജാവായിട്ട് വാഴാമല്ലോ. കല്യാണപ്രദനായ രാമനോട് ഏൽക്കുന്നതിൽ എല്ലാ ജാതിയും മടിക്കേണ്ട. ഞാൻ ഒന്നുകൊണ്ടും എന്ത് വിചാരിച്ചാലും ഏത് വഴിയായാലും ജാതിയും എല്ലാ ജാതിയും മടിക്കേണ്ട. ഒരു വഴിയും 2 വഴിയും നല്ലതാ. ഒന്നി വൈകുണ്ഠത്തിൽ പോകാം, അതല്ലെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ രാമനെ കൊല്ലാമെങ്കിൽ എനിക്ക് രാജ്യം പാലിച്ച് സുഖമായിട്ട് കഴിയാമല്ലോ സീതയും കൊണ്ട്. അതുകൊണ്ട് ഇത്തമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടെ അത്യാനന്ദം പൂണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞത രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ. വിദ്വേഷബുദ്ധിയ രാമൻ തന്നെ പ്രാപിക്കേ ഉള്ളൂ, ഭക്തി കൊണ്ട് എന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. ദേഷിച്ചാൽ മാത്രമേ എനിക്ക് രാമനെ പ്രാപിക്കാൻ പറ്റൂ. കംസനെ പോലെ ഭക്തി ഉണ്ടായി നടക്കുന്ന കാര്യമല്ല, ഒരു ശത്രുക്കളാണല്ലോ. രാവണ മാരീച സംവാദം ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു. ചിത്രഭാനും ഉദയാദ്രി മൂർധനി വന്നു. അർക്കൻ ഉദയാദ്രി കിഴക്കുതിച്ചു വന്നു. തേരതിലേറിയിടിനാൻ ദേവസഞ്ചയ വൈരി പാരാതെ പാരാവാര പാരമാം തീരം. തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം. മാരീചനെ കാണാൻ പോയി. ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ച് ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമേതി ജപിച്ചുറച്ചു. സമാധി പൂണ്ടാമോദത്തോട് മരുവീടിന മാരീചനും ധ്യാനിച്ച് മുനിവേഷത്തിലിരിക്കുന്ന മാരീചനടുക്കലേക്കാണ് ചെന്നേക്കുന്നത്. ലൗകികാത്മനാ ഗൃഹത്തിങ്കിൽ ആഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ട് സംഭ്രമത്തോട് ഉദ്ധാനം ചെയ്ത് പൂണ്ടുകൊണ്ട് തന്മാറിലണച്ച് ആനന്ദാശ്രുക്കളോടും മാരീചൻ കണ്ടപ്പോഴേ കണ്ണുനീരൊക്കെ സന്തോഷത്തോട് ആനന്ദം കൊണ്ട് കണ്ണുനീരൊക്കെ വന്നിട്ട് സ്വീകരിച്ചിരുത്തി രാവണനെ. പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ. കണ്ട് സംഭ്രമത്തോട് ഉത്ഥാനം ചെയ്ത് പൂണ്ടുകൊണ്ട് തന്മാറിലണച്ച് ആനന്ദ അശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു. ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും. അങ്ങനെ മാനിച്ച് പൂജിച്ച കേട്ട് ദശകണ്ഠൻ യോജിച്ച് സ്നേഹത്തോടുകൂടി മനസ്സ് നന്നായി രണ്ടുപേർക്കും തുല്യം സ്നേഹത്തോടു കൂടി തന്നെ ചോദിച്ചു മാരീചനും. എന്താ ഇവിടേക്ക് നേരം വെളുത്തവരെ വന്നതല്ലേ, ഇപ്പം എന്തൊരാഗമനം ഇതേകനായി തന്നെ ഒറ്റയ്ക്ക് വന്നത് എന്താ
ചിന്തയുണ്ട് എന്ന പോലെ തോന്നുന്നു. ഭാവത്തിങ്കിൽ ഭാവം കണ്ട എന്തോ കാര്യസാധ്യം ഉണ്ടെന്ന് തോന്നുന്നല്ലോ, എന്തോ ചിന്തയുണ്ടെന്ന് തോന്നുന്നല്ലോ ഒറ്റയ്ക്ക് വന്നത്. മാരുജൻ രാവണനോട് ചോദിച്ചു, ചൊല്ലുക രഹസ്യം, അല്ലെങ്കിലോ ഞാനും തവ നല്ലത് വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. നല്ല കാര്യങ്ങളാണ് എന്നോട് പറയൂ, അതിന് ഞാൻ മുമ്പനായിട്ട് നിൽക്കുമല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം ന്യായവും ആയിരിക്കണം, നിഷ്കൽമഷം പാപമല്ലാത്തതും ആയിരിക്കണം. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും അത് മായം എന്നിയേ. ഒരു വിഷമവും കള്ളത്തരവും കൂടാതെ ഞാൻ ചെയ്യും, ന്യായമായതാണെങ്കിൽ, സത്യസന്ധമായിട്ടാണെങ്കിൽ. മാരീചൻ പറഞ്ഞു. മാരീചവാക്യം ഏവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ല എനിക്കു നിന്നെ പോലെ മുട്ടുന്നേരം. എനിക്കിപ്പോൾ വിഷമമാണ്, നിന്നെ പോലെ സ്നേഹമായിട്ടുള്ളവരാരും എനിക്കില്ല. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകയാധിപനുടെ പുത്രന്മാരായി ഉണ്ടുപോൽ. ലക്ഷ്മണന്മാരെന്നിരുവരും ഇതുകാലം കോമളഗാത്രിയായോരങ്കനാരത്നത്തോടും ദണ്ഡകാരണ്യെ വന്നു വാഴുന്നിതവർ. ബലാൽ എന്നുടെ ഭഗിനി തൻ നാസിക കുശങ്ങളും കർണവം ഛേദിച്ചത് കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താനേ ഏകനായിട്ട് എതിർത്ത് രണത്തിങ്കിൽ കൊന്നിതു 3.25 നാഴിക കൊണ്ട് രാമൻ. തൽ പ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങി പോന്നിടുവൻ. അതിനിന്ന് നീ ഹേമവർണ്ണം പൂണ്ടൊരു മാനായി ചെന്ന അടവിയിൽ. അങ്ങനെ എനിക്ക് എൻ്റെ സഹോദരി ഭഗിനി, അതായത് സഹോദരിയെ ചെവിയും മൂക്കും മാറും എല്ലാം ഛേദിച്ച് കളഞ്ഞു. അതുകൊണ്ട് പ്രാണേശ്വരിയായ ജാനകി സീതയെ എനിക്ക് ഇപ്പോഴേ ഇങ്ങ് കൊണ്ട് പോരണം. അതിനിന്ന് നീ എന്ത് ചെയ്യണം? ഹേമവർണ്ണം പൂണ്ടൊരു മാനായി ചെന്ന അടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. ഒരു സ്വർണ്ണ നിറത്തിലൊരു മാനായിട്ടെന്ന് മാരുജൻ പൊന്മാനായി ചെന്നിട്ട് ദേവിയെ മയക്കി മാനിൻ്റെ പുറകെ ചിലപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് പോരാല്ലോ. രാമ ലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. അപ്പം ഇറങ്ങിപ്പോകും, പിടിക്കാൻ പോകുമ്പോൾ ഇവരെല്ലാം ഇറങ്ങിപ്പോകുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമല്ലോ. വാമഗാത്രയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല. സംശയമേതും ഒരു സംശയം വേണ്ട, നീ ഇങ്ങനെ ഒത്തുനിന്നാൽ എനിക്ക് സീതയെ കൊണ്ടുപോരാ. പങ്ക്തി ഗന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു. ഭയത്തോടും ഈ വണ്ണം ഉര ചെയ്താൻ. അദ്ദേഹത്തിന് ന്യായമായ കാര്യം ചെയ്യുള്ളെന്ന് പറഞ്ഞതാ, ഭയം വന്നു. കാരണം പറയുന്ന കേട്ടില്ലേ അയാൾ വധിക്കും. പിന്നെ ഇതല്ലയോ രാജാവല്ലേ. ആരുപദേശിച്ചതു മൂലനാശനമായത് മൂലം മൊത്തവും നശിക്കുന്നൊരു കാര്യമാണ്. മാരീചൻ പറയുന്നു, ആരിത് ഉപദേശിച്ചു? ആരാ ഇങ്ങനെ ഉപദേശം തന്നത്? ഇങ്ങനെ ഈ മൂലനാശനമായ കാര്യം നിന്നോട് അവൻ നിന്റെ ശത്രുവാണല്ലോ ശ്രീരാമൻ. അപ്പം ഇതാരാ ഇങ്ങനെ ഉപദേശിച്ചു തന്ന സീതയെ കൊണ്ടുപോരാൻ? ആരുപദേശിച്ചതു മൂലനാശനമായ കാര്യം നിന്നോട് അവൻ നിന്റെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നത് അവൻ. നല്ലതു നിനക്ക് ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്ക് ഈ തൊഴിലറിയ നീ. മാരീചൻ പറഞ്ഞു, നിനക്ക് നല്ലതല്ല. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ട് അകതാരിൽ മാമകേ രാജരത്ന രമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ള ഞാനോ. ഭഗവാന്റെ കാര്യം കേട്ടാൽ എൻ്റെ ഉള്ളത്തിൽ എന്താ പറയുക, അത്രത്തോളം ഭീതിയാണ്, ഭയമാണ് എനിക്ക് ശ്രീരാമൻ്റെ കാര്യം കേട്ടാൽ പോലും. ഞാൻ എങ്ങനെയാ നിത്യം രാക്ഷസ വംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ. ഞാൻ അതിന് പരമാർത്ഥം അറിഞ്ഞേൻ കേൾക്ക നീയും. എനിക്ക് രാമനെ പറ്റി അറിയാം. ഭഗവാൻ നാരായണനാണ്, പരമാത്മാവാണ്. നീ അത് മനസ്സിലാക്കൂ. അതുകൊണ്ട് നീ നിന്റെ വംശം പാലിച്ച് നീ കഴിയൂ. നാരദാദികൾ മുനി ശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭു. രാവണ, ഞാനിതെല്ലാം കേട്ടിട്ടുണ്ട്. ശ്രീരാമൻ ഇത് ഭഗവാനാണ്, നാരായണനാണ്. ഞാനിത് മാമുനി ശ്രേഷ്ഠൻ നാരദൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നത് ചൊല്ലുകന്നത് കേട്ട് ചിന്തിച്ചു വിധാതാവ് അർത്ഥിച്ചു ദയാനിധേ. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ട് പങ്ക്തി ഗന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെയെന്നു സമയം ശപഥം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ. ദേവതാപസർക്കെല്ലാം മനുഷ്യനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്ന് ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്തിയാ. അവിടെ ഭഗവാനെ ധ്യാനിക്കൂ, ഭക്തിയാ ഭജിച്ചിരിക്കൂ. ഭഗവാൻ സാക്ഷാൽ നാരായണനാണ്. ബ്രഹ്മാവ് അർത്ഥിച്ചതുകൊണ്ടാണ് ഇവിടെ മനുഷ്യവേഷം കൊണ്ട് വന്നത്.
പോയാലും പുരമ്പുക്ക് സുഖിച്ചു വസിക്ക നീ മായാ മനുഷ്യൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. ഭഗവാൻ തന്നെ സേവിച്ച് പോയി കഴിയൂ. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ, നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാതാൻ അരവിന്ദോദ്ഭവൻ തന്നോട് സത്യം ചെയ്ത് മർദ്ദനായി പിറന്ന് എന്നെ കൊല്ലുവാൻ ഭാവിച്ചത് സത്യസങ്കൽപ്പനായ ഭഗവാൻ താൻ. എങ്കിലോ പിന്നെ അവണ്ണം അല്ലെന്നാക്കുവാൻ ആളാരടോ. അങ്ങനെ എന്നെ കൊല്ലാനായിട്ടാണ് ഇവിടെ അവതരിച്ചെങ്കിൽ പിന്നെ ആർക്കെങ്കിലും അത് മാറ്റാൻ പറ്റുമോ? അവണ്ണം അല്ലെന്നാക്കാൻ ആരാലും സാധ്യമാണോ? എന്തായാലും എന്നെ വധിക്കാനാണല്ലോ അവതാരം ചെയ്ത്, അപ്പൊ പിന്നെ അത് നടക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ അവണ്ണം അല്ലെന്നാക്കുവാൻ ആളാരടോ. നന്നു നിന്നെ അജ്ഞാനം ഞാൻ ഇങ്ങനെ ഓർത്തിയിലൊട്ടും. നിന്റെ അറിവില്ലായ്മ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സഹായിക്കുന്ന കരുതിയിലെ ചെന്നത്. ഇത്രയൊക്കെ പറഞ്ഞപ്പം ഒഴിഞ്ഞു മാറുന്നതുകൊണ്ട് എന്തായാലും കൊള്ളാടോ, നീ എൻ്റെ പറയുന്ന കേൾക്കുന്ന കരുതി വന്ന്. അപ്പോൾ നന്നു കൊള്ളാം, നിന്നെ അജ്ഞാനം ഞാൻ ഇങ്ങനെ ഓർത്തിലൊട്ടും. ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം ഞാൻ. എന്നാലും ഞാനത് മതിയാക്കുകയില്ല. എനിക്ക് സീതയെ കിട്ടിയേ പറ്റൂ. ചെന്നു മൈഥിലി തന്നെ കൊണ്ട് പോരുക വേണം. ഉത്തിഷ്ട മഹാഭാഗ പൊന്മാനായ ചമഞ്ഞു ചെന്ന് എത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിൽ ഏറ്റിക്കൊണ്ടെങ്കിൽ പോന്നിടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. നീ മാരീചൻ പൊന്മാനായിട്ട് ചെന്ന് അവരെ മനസ്സ് മാറ്റിയാൽ മതി. അപ്പോൾ അവർ അങ്ങോട്ട് മാറുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരുള്ള. പിന്നെ നീ സുഖമായി വന്ന് കഴിഞ്ഞോളൂ, ജീവിച്ചോളൂ. ഒന്നിന് മറുത്തു നീ ഉര ചെയ്യുന്നാകിൽ എന്നോട് വാൾക്ക് ഊണാക്കിടുന്നുണ്ടിരുന്നു നിന്നെ. എൻ്റെ വാളിന് നീ ഊണായിരിക്കും. വാളിന് വിശന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിന്നെ തലവെട്ടി എൻ്റെ വാളിന് രക്തം കൊടുക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ വധിച്ചിരിക്കും എന്നതു കേട്ടു വിചാരിച്ചതു മാരീചനും. നന്നല്ല ദുഷ്ട ആയുധമേറ്റ് നിര്യാണം വന്നാൽ. മാരീചൻ ഭഗവാന്റെ ഭക്തനായി ഇപ്പോഴും. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഭഗവാൻ തന്നെ ധ്യാനിച്ചിരുന്നപ്പോഴാണല്ലോ ഇദ്ദേഹം ചെന്നത്. മുനിവേഷത്തിൽ ഇരുന്ന ആളാണ്. അപ്പോൾ ഇയാളുടെ വാളാൽ ഊണായാൽ അദ്ദേഹത്തിന് നരകക്കുഴിയാണ്. എന്നാൽ ഭഗവാൻ പരമാത്മാവായ ശ്രീരാമൻ്റെ അമ്പാൽ മരിച്ചാൽ അദ്ദേഹത്തിന് മോക്ഷം കിട്ടും. അതുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു എന്നതു കേട്ടു വിചാരിച്ചതു മാരീചനും. നന്നല്ല ദുഷ്ടായുധമേറ്റ് നിര്യാണം വന്നാൽ. ഈ ദുഷ്ടന്റെ ആയുധം കൊണ്ട് ഞാൻ മരിച്ചാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യ സഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ. എന്താണ് രാമസായകമേറ്റു മരിച്ചാൽ എന്ന് ചിന്തിച്ച് പുണ്യ സഞ്ചയം കൊണ്ട് മുക്തനായി വരും. രാമസായകം ഭഗവാന്റെ അമ്പ് കൊണ്ട് മരിച്ചാൽ അത് ചിന്തിച്ച് ആമോദം കൊണ്ട് പുറപ്പെട്ടാലും എന്ന് ചൊന്നാൻ. അങ്ങനെ മനസ്സിൽ കണ്ട് എന്തായാലും മരണം ഉറപ്പാ. രാജാവ് പറഞ്ഞ കേട്ടില്ലെങ്കിൽ, രാവണൻ പറഞ്ഞ കേട്ടില്ല, അയാൾ വധിക്കും. അപ്പോൾ എന്തായാലും നന്മയ്ക്ക് പോകണമെങ്കിൽ ഭഗവാന്റെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ചിന്തിച്ചിട്ട് അദ്ദേഹം സമ്മതിച്ചു. രാക്ഷസ രാജാ ഭവാൻ ആജ്ഞാപിച്ചാലും എങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ച കൊള്ളുക പോറ്റി. അദ്ദേഹം പറഞ്ഞു, രാക്ഷസ രാജാവേ താങ്കൾ പറയൂ, ഞാൻ അത് പാലിക്കാം. എന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു. സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളണമേ പോറ്റി എന്ന് ആ ഭക്തനായ മാരീചൻ പറഞ്ഞു. എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്കുതി ഗന്ധരൻ തേരിലാമാർ കരേറിനാൻ. ചെന്താർ ബാണനും തേരിലേറിനാൻ. അതു നേരം കാമദേവന് തുല്യം. അപ്പം പങ്കുതി ഗന്ധരൻ അവനും കയറി. ഇദ്ദേഹവും ചെന്താർ മാനിനിയായ ജാനകി തന്നെ ഉള്ളിൽ ചിന്തിച്ചു. ദശാസനം അന്ധനായി ചമഞ്ഞതു. ദേവിയെ തന്നെ ശൂർപ്പണ പറഞ്ഞു വെച്ചേക്കൊല്ലേ, സുന്ദരിയാണ്, ഈ ലോകത്ത് ആർക്കും ഇത്ര സുന്ദരത്വമില്ല. എല്ലാവരും പാർവദേവി എല്ലാവരും മാറി നിൽക്കും, കണ്ട നാണിക്കും, ഒളിച്ചിരിക്കും, അത്ര സുന്ദരിയാണ്. ഇവർക്ക് നന്നായിട്ട് കുത്തിവെച്ച് രാവണനെ. അപ്പോൾ എന്തിനു വേണ്ടിയാ? പകരം വീട്ടാൻ വേണ്ടി. അപ്പോൾ അല്ലാതെ ഇവളിൽ കുറ്റണമെന്ന് ശൂർപ്പണ പറഞ്ഞാൽ ഇയാൾ തിരിച്ചടിക്കാൻ പോകും. അതുകൊണ്ട് അയാൾക്ക് ഭാര്യയാക്കാന്ന് ചിന്തിച്ച് ചെന്നത്. അതിനെൻ്റെ മൂക്കും മാറും ചെത്തിക്കളഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് വൈരാഗ്യം ഉണ്ടായി. അപ്പോൾ ചിന്തിച്ച് ദശാസന അന്ധനായി, കണ്ണു കാണാമയത്ത് അറിവില്ല, അത്രത്തോളം കൂരിട്ടായി കോപം കൊണ്ടും കിട്ടിയേ അടങ്ങും, സീത കിട്ടിയേ അടങ്ങും. അപ്പോൾ എന്തുവന്ന് ദശാസനം അന്ധനായി ചമഞ്ഞതു. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരു പുള്ളികൾ വെള്ളി കൊണ്ട് നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ട് ചേർത്തു മുക്തഭാവത്തോട്. അപ്പോൾ കണ്ണുകളൊക്കെ നീലക്കല്ലുകൊണ്ടുള്ള ചേർത്തിട്ട് ചാരു പുള്ളികളും വെള്ളി കൊണ്ട് നേത്രങ്ങളും രണ്ടും നീലക്കൽ കൊണ്ട് ചേർത്ത് നേത്രങ്ങൾ രണ്ടും മുക്തഭാവത്തോട്
മോഹിപ്പിക്കുന്ന ഭാവത്തോടാണ്. ആ മാനിനെ കണ്ട ആരും വേണമെന്ന് തോന്നും. അതാണ് മുക്തഭാവത്തോട് ഓരോ ലീലകൾ കാട്ടി കാട്ടി കാട്ടിൽ ഉൾപ്പൊക്കു പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്ന് കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോ ഉപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിചേഷ്ടിതം അറിഞ്ഞ രഘുനാഥൻ ദേവിയോട് അരുൾ ചെയ്താൻ ഏകാന്തേ കാന്തേ കേൾനീ. ഒറ്റയ്ക്കിരുത്തി കാന്തേ കേൾക്കൂ. കാരണം തലേന്ന് 14,000 പേരെയും കൊണ്ട് അവൻ അടങ്ങിയിരിക്കുമെന്ന് ശ്രീരാമൻ അറിയാം. ഭഗവാൻ ഇത് പറഞ്ഞു കൊടുത്തു. രാവണൻ്റെ വിശേഷതൊക്കെ ഭഗവാൻ രഘുനാഥൻ അറിഞ്ഞ്. അപ്പോൾ ദേവിയോട് ഒറ്റയ്ക്ക് ലക്ഷ്മണൻ കേൾക്കാതെ ഒറ്റയ്ക്കിരുത്തി ചെയ്താൻ ഏകാന്തേ ദേവിയോട് മാത്രമായി പറഞ്ഞു കാന്തേ കേൾക്കൂ നീ. രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതിന് ഇപ്പോൾ ഭിക്ഷുരൂപേണ വരും അന്തികേ ജനകജേ. ഭിക്ഷയായിട്ട് അതായത് വേഷം കെട്ടി വരും, ഒരു ബ്രാഹ്മണ സന്യാസിയായിട്ട് വരും. നീ ഒരു കാര്യം വേണം അതിന് മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. മായാസീതയെ മാത്രം നീ നമ്മുടെ ഫ്രണ്ടിൽ പർണശാല ആശ്രമത്തിൽ നിർത്തിയാൽ മതി. യഥാർത്ഥ ലക്ഷ്മി ദേവി മാറി നിൽക്കണം, വന്യമണ്ഡലത്തിൽ ഇരിക്കണം, അഗ്നിയിൽ, അതാണ് അഗ്നികുണ്ഠത്തിൽ. അതാ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. മണ്ഡലത്തിങ്കിൽ മറഞ്ഞു വസിക്കുക നീ. യഥാർത്ഥമായിരിക്കുന്ന ഭഗവതി സീത മഹാമായ വന്യമണ്ഡലത്തിൽ മറിഞ്ഞിരുന്നിട്ട് സാധാരണ മായ കൊണ്ടുള്ള സീത. അതുകൊണ്ടാണ് ഇത്രയെല്ലാം അവർക്ക് പിന്നെ അതിന് വെളിവില്ല. സാധാരണ ഒരു സ്ത്രീ മായയിലുള്ളതാ, അത് ദേവിയെ പോലെ അല്ലല്ലോ. അതുകൊണ്ട് ദേവിക്ക് മായ കൊണ്ട് എല്ലാം എടുക്കാമല്ലോ, ഭഗവതിയല്ലേ. മായ കൊണ്ട് യഥാർത്ഥമായ സരസ്വതി ദേവി മഹാമായ വന്യമണ്ഡലിൽ മറിഞ്ഞിരുന്നിട്ട് മായാസീതയെ പർണ ആശ്രമത്തിൽ നിൽക്കണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. പോയില്ല. മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്യമണ്ഡലത്തിൽ മറിഞ്ഞു വസിക്കുക നീ. യഥാർത്ഥമായ സീത വന്യമണ്ഡലത്തിൽ മറിഞ്ഞിരിക്കൂ. കാരണം ഈ രാവണൻ ഇങ്ങനെ വരുമെന്ന് ഭഗവാന് മനസ്സിലായി. എന്തായാലും എന്തും നടക്കുമെന്നറിയാം. ധന്യേ രാവണവധം കഴിഞ്ഞു കൂടുവോളം ആശ്രയാശങ്കൽ ഒരാണ്ടിരുന്ന് ഇടണം. അതായത് ഈ അഗ്നിയിൽ തന്നെ ഒരു വർഷത്തോളം ഇരിക്കണം. ഈ യഥാർത്ഥമായ സീത 1 വർഷത്തോളം മറഞ്ഞിരിക്കണം. ആശ്രയാശങ്കൽ ഒരാണ്ടിരുന്ന് ഇടണം. ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. ആശ്രയാശങ്ക ഒരാണ്ടിരുന്നിടണം ജഗത്. അതായത് അതിൻ്റെ അർത്ഥം അഗ്നിയിൽ തന്നെ ആശ്രയാശങ്ക ഒരാണ്ടിരുന്നിടണം. ജഗദാശ്രയ ഭൂതയെ സീതയെ ധർമ്മ രക്ഷാർത്ഥം പ്രിയ. അത് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചേ പറ്റൂ. കാരണം ഈ രാവണനെ വധിക്കണമെങ്കിൽ യഥാർത്ഥമായ സീത പോകാതെ ഒരു സീത പോയേ പറ്റൂ. അത് ഭഗവാൻ അറിയാം. രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവി താനും കോമളഗാത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കിൽ ചെന്നിരുന്നതു മഹാവിഷ്ണുമായും. അപ്പോൾ ഭഗവാന്റെ വിഷ്ണുമായ ദേവി വന്യമണ്ഡലത്തിൽ പോയിട്ട് മായാസീതയെ പർണശാലയിൽ നിർത്തി. അങ്ങനെ മാരീച നിഗ്രഹം. ഇനി പൊന്മാനായിട്ട് വരുമ്പോൾ സീത മോഹിക്കും. അപ്പം യഥാർത്ഥ സീതയാണെങ്കിൽ അത്ര മോഹം വരത്തില്ല. ഇത് സാധാരണ സീത ആയതുകൊണ്ടാണ് മായാനിർമ്മിതമായ കനകമൃഗം കണ്ട് സ്വർണ്ണമാനിനെ കണ്ട് മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ദേവി മായാസീത ഭഗവാനോട് പറഞ്ഞു, ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം, എത്രയും ചിത്രം രത്നഭൂഷിതമിതം. സ്വർണം പോലത്തെ ഈ മാനിനെ പേടിയിൽ ഇതിനേതും എത്രയും അടുത്ത് വന്നിടുന്നു. മെരുക്കമുണ്ട് എത്രയും എന്ന് തോന്നും. പേടിയൊന്നുമില്ല, എത്രയും അടുത്ത് തന്നെ വരുന്നുണ്ട്. മെരുക്കം ഉണ്ടെന്ന് തോന്നുന്നു. കളിപ്പാൻ അതിസുഖമുണ്ടിതോ. നമുക്ക് ഇങ്ങ് വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു. നൂനം വിളിച്ചാൽ വരും തോന്നുന്നു. അത്രയ്ക്ക് അടുപ്പം തോന്നുന്ന ഈ മാരുതൻ മനഃപൂർവ്വം അങ്ങനെ ആക്കിയെടുക്കല്ലേ, മോഹിപ്പിക്കുകയല്ലേ. എന്നാലല്ലേ അവിടെ രാവണൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം എന്തായാലും മരിക്കുമെന്നറിയാം. പിടിച്ചുകൊണ്ടിങ്ങി പോന്നിടുക വൈകിടാതെ മടിച്ചിടരുത് ഏതും ഭർത്താവേ ജഗൽപതേ പിടിച്ചോണ്ട് വരൂ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം. സോദരനോട് പറഞ്ഞു, ലക്ഷ്മണ നീ കാത്തുകൊള്ളണേ. ഇദ്ദേഹം ശ്രീരാമൻ മാനിൻ്റെ പുറകെ പിടിക്കാൻ പോകില്ലേ, പക്ഷെ മാൻ പിടികൊടുക്കും. അപ്പം ദൂരേക്ക് കൊണ്ടുപോകും. മനഃപൂർവ്വം കൊണ്ടുപോകുന്നതാണ് പിടികൊടുക്കാതെ. അടുത്തോട്ട് വരും, വീണ്ടും ദൂരേക്ക് പോകും. അപ്പം ശ്രീരാമൻ ചിന്തിക്കാതെ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു, ലക്ഷ്മണ ഇവിടെ ഇത്രമാത്രം ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട്, സീത എടുക്കുന്നത് പോകരുത്, നോക്കിക്കൊള്ളണം. ഇതൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ ഇവിടെ
സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ. യാതുധാനന്മാരുണ്ട് കാനനം തന്നിലെങ്ങും, ഈ കാനനത്തിലെല്ലാം രാക്ഷസന്മാരുണ്ട്, നീ സൂക്ഷിച്ചുകൊള്ളണം എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ. ജഗന്നാഥൻ അടുത്തു ചെല്ലുന്നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും. അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും, പടുത്തമോട് ദൂരെ കുതിച്ചു ചാടും. അപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായി അത് നേരം എങ്ങനെ പിടിക്കുന്നു, വേഗമുണ്ട് ഇതിനേറ്റം. പിടിക്കാൻ പറ്റത്തില്ല, അടുത്തോട്ട് ചെല്ലുമ്പോൾ ദൂരേക്ക് ഓടും. അതുകൊണ്ട് എങ്ങനെ പിടിക്കാൻ പറ്റും, ഒരു രക്ഷയില്ലെന്ന് കരുതിയിട്ട് എന്നുറച്ച ആശ വിട്ടു. രാഘവൻ ഒരു ശരം തന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അത് കൊണ്ട് ഭൂമിയിൽ വീണ നേരം വൻമല പോലെ ഒരു രാക്ഷസ വേഷം പൂണ്ടാൻ യഥാർത്ഥമായ രൂപമായി. പൊന്മാനെല്ലാം അങ്ങ് മാറി അസ്ത്രം കൊണ്ടപ്പോൾ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രേ എന്ന് രഘുനാഥന് നിരൂപിച്ചു. ബാണമേറ്റ് അവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോട് കരഞ്ഞാൻ, അയ്യോ പാപം, ഹാഹാ ലക്ഷ്മണാമ ഭ്രാതാവേ സഹോദര. അതായത് മാരീചനായിട്ടല്ല അവിടെ കരഞ്ഞ് കേൾപ്പിക്കുന്ന. സീത കേൾക്കുമ്പോൾ, ലക്ഷ്മണൻ കേൾക്കുമ്പോൾ ഇത് ആരുടെ കരച്ചിലായിട്ട് തോന്നിക്കണം, ശ്രീരാമൻ്റെ. ലക്ഷ്മണ സഹോദര എന്ന് വിളിക്കുമ്പോഴേ അവർ ചെല്ലത്തുള്ളു. മാരുജന്റെ കരച്ചിലായിട്ട് കരഞ്ഞാൽ അവർ വരത്തില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ശ്രീരാമൻ അപകടം പറ്റിയ രീതിയിലാണ് അവർ കരയുന്നത്, ഈ മാരുജൻ. അതുകൊണ്ട് ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ, അതായത് സഹോദര, മമ ഭ്രാതാവേ സഹോദര, ഹാഹാ മേ വിധി ബലം പാഹിമാ ദയാനിധേ. ഇത് വിധിയാണ്, അതുകൊണ്ട് രക്ഷിക്കൂ ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. ഈ വിഷമം പിടിച്ച ഈ കരച്ചിൽ കേട്ടപ്പോൾ ലക്ഷ്മണനോട് പറയുന്നു, ആരാണ് സീത, സൗമിത്രേ, അതായത് ലക്ഷ്മണ നീ പെട്ടെന്ന് ചെല്ലൂ, വൈകിടാതെ പെട്ടെന്ന് പോകൂ. അഗ്രജനുടെ ജ്യേഷ്ഠന്റെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാൻ, ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്ന് ലക്ഷ്മണ. മടിയാതെ രക്ഷോവീരന്മാർ ഇപ്പോൾ കൊല്ലും, അല്ലെങ്കിൽ അയ്യോ പെട്ടെന്ന് ചെല്ലൂ, ഇല്ലെങ്കിൽ ശ്രീരാമന് അവർ രാക്ഷസന്മാർ പക വീട്ടായിരിക്കുമല്ലയോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെല്ലൂ, അല്ലെങ്കിൽ ഇപ്പം അവർ വധിക്കും. ലക്ഷ്മണൻ അത് കേട്ടു ജാനകിയോട് ചൊന്നാൻ, ദുഃഖിക്കായ അയ്യോ ദേവി കേൾക്കണം മമ വാക്യം. അയ്യോ ദേവി വിഷമിക്കാതിരിക്കൂ, എൻ്റെ വാക്യം കേൾക്കൂ. മാരീചൻ തന്നെ പൊന്മാനായി വന്നത് അവൻ നല്ല ചോരൻ, എത്രയും ഏവം കരഞ്ഞത് അവൻ തന്നെ. അവൻ നല്ല കള്ളനാണ്, ചോരനാണ്. അവനാണ് ഈ കരഞ്ഞ്, അവൻ എന്താ പറയുക, മായ ഉള്ളതുകൊണ്ട് അവനെ ഏത് രീതിയിലും എടുക്കാം. അതുകൊണ്ട് ഇത് കബളിപ്പാണ്, അവൻ കള്ളനാണ്, പൊന്മാനായി വന്നതാണ്. ചോരൻ എത്രയും ഏവം കരഞ്ഞത് അവൻ തന്നെ. അന്ധനായി ഞാനും ഇത് കേട്ടുപോയി അകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. ഇത് ഞാൻ അറിയാതെ അന്ധനായി ഈ സീത പറഞ്ഞത് കേട്ട് അങ്ങനെ കരുതി പോയാൽ അന്ധത അല്ലേ, അറിവില്ലായ്മയല്ലേ. അതുകൊണ്ട് അന്ധനായി ഞാനും ഈ കരച്ചിലോട്ട് അങ്ങോട്ട് ചെന്നാൽ എന്ത് വരും, നിന്തിരുവടിയെയും അതായത് സീതയെയും കൊണ്ടുപോയിടാമല്ലോ, ഈ രാക്ഷസന്മാർ കൊണ്ടുപോകാമല്ലോ. പങ്കുതി കന്ധരൻ തനിക്ക് അതിനുള്ള ഉപായം ഇതെന്തറിയാതെ അരുൾ ചെയ്യുന്നത് അത്രയല്ല. അപ്പം എന്താ നീ ഇങ്ങനെ അറിയാത്തത്, നെന്തിരുവടി ചെയ്ത് സീത ജ്യേഷ്ഠത്തിയല്ലേ, അമ്മയ്ക്ക് തുല്യല്ലേ. അതുകൊണ്ട് പങ്കുതി കന്ധരൻ രാവണൻ തനിക്ക് അതിനുള്ള ഉപായമാണ്, അതെന്തറിയാതെയാണ് ഈ പറയുന്നത്. അത്രയല്ല, ലോകവാസികൾക്ക് ആർക്കും ജയിച്ചുകൂടായല്ലോ, രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർക്കെങ്കിലും തിരുവടിയെ ഭഗവാനെ ജയിക്കാൻ പറ്റൂ, പരമാത്മാവായ ശ്രീ. എന്നാൽ പിന്നെ ലോകത്ത് പിന്നെ നമ്മൾ ആരെയാ അഭയം കാണുന്നത്? അത്രയ്ക്കും ബുദ്ധി സീത മായാസീതയാണ്. അതുകൊണ്ടാണ്, യഥാർത്ഥ സീതയല്ല. യഥാർത്ഥ സീത വന്യമഠത്തിലിട്ട് ഒരു മായ, ഒരു സ്ത്രീ വേഷം, അത് സുന്ദരിയായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ആകുമ്പോഴല്ലേ അവർ മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ട് രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. അതുകൊണ്ട് ആർക്കും തിരുവടിയെ ശ്രീരാമൻ ജയിക്കാൻ പറ്റുമോ, ഇങ്ങനെ നിലവിളിക്കുമോ? ആർത്തനാദവും അവൻ ജ്യേഷ്ഠൻ ഉണ്ടാകയില്ല. ഇങ്ങനെയുള്ള ആർത്തനാദം ശ്രീരാമന് അങ്ങനെ ജ്യേഷ്ഠൻ അങ്ങനെ വരുമോ? രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടകിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും ഈശ്വരൻ ശ്രീരാമദേവൻ കോപിച്ചാൽ അരക്ഷണം കൊണ്ട് തന്നെ ഈ വിശ്വമെല്ലാം സംഹരിക്കാം എന്നറിഞ്ഞുകൂടെ? അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്ന് എങ്ങനെ ദൈന്യനാഥം ഭവിച്ചിടുന്നാഥേ, നമുക്കത് മനസ്സിലാകും. കാരണം നമ്മുടെ ഭാഗം തന്നെ വായിക്കുമ്പോൾ ശ്രീരാമൻ്റെ നമുക്ക് അത്ര അറിയാതുള്ളൂ. ഞാനത് നേരത്തെ അറിഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ എവിടെയെങ്കിലും എന്തെങ്കിലും എത്രയെല്ലാം ലോകത്ത് നടക്കാത്ത കാലത്ത് ഭഗവാൻ എന്തെങ്കിലും വിഷമോ കരച്ചിലോ ഉണ്ടായിട്ടുണ്ടോ? ഭക്തന്മാരുള്ള സ്നേഹം കൊണ്ട് ബാഷ്പം കണ്ണുനീര്. കാരണം കുശേലനെയൊക്കെ അങ്ങനെ, അത് ഭഗവാൻ അത്ര എന്താ പറയുക, അത്ര ഭക്തൻ്റെ ഇതുകൊണ്ടാണ്.
അതൊരു ദുഃഖപ്പെട്ട കരച്ചിലല്ല, അത് ഭഗവാന്റെ സ്നേഹത്താലുള്ള കരച്ചിലാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് തന്നെയാണല്ലോ ശ്രീരാമനും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കൂ സീതേ. എവിടെങ്കിലും ഭഗവാന്റെ തൻ മുഖാമ്പുരത്തിൽ നിന്ന് എങ്ങനെ ദൈന്യനാഥം എങ്ങനെ ദൈന്യത ഉണ്ടാകും നാഥേ, ഇത് മനസ്സിലാക്കൂ. ജാനകി അത് കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദ കോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാൾ അത് നേരം, രക്ഷോ ജാതിയിൽ അത്രേ നീയും ഉണ്ടായി നൂനം, നീയും രാക്ഷസന് പിറന്നതാണ്, അതുകൊണ്ടാണ് നിനക്കിങ്ങനെ തോന്നുന്നത്. കാരണം സീത യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത്, പക്ഷേ ലക്ഷ്മണൻ അറിയുന്നതൊന്നും അവർക്ക് അറിയാൻ വയ്യ. അപ്പോൾ മനഃപൂർവ്വം ചെല്ലുന്നില്ലെന്നാണ് സീത വിചാരിക്കുന്നത്. കാരണം ഉള്ളിൽ മായയില്ലയോ, മായാസീതയില്ലേ, അതങ്ങനെയൊക്കെയാണ്, ഈ ലോകം അങ്ങനെയാണല്ലോ. ഭ്രാതൃനാശനത്തിന് അത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ, ഞാനിത് ഓർത്തിയിലല്ലോ, എനിക്കിപ്പോഴേ തിരിയുന്നില്ല. അപ്പോൾ എന്താ സഹോദരൻ അതായത് ശ്രീരാമൻ്റെ നാശത്തിനുള്ള ആകാംക്ഷയാണ് തവ എന്ന് സീതയ്ക്ക് തോന്നി. പോകാത്തതുകൊണ്ട് ലക്ഷ്മണൻ മനഃപൂർവ്വമായിട്ട് ശ്രീരാമനെ വധിക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി പോകാത്തതാണെന്ന് മനഃപൂർവ്വം പറയുവാണ് ചെയ്തത്. ഭ്രാതൃ അതായത് സഹോദരൻ നാശത്തിന് അത്രേ കാംക്ഷയാകുന്നു തവ, ഈ ലക്ഷ്മണന് തവ എന്നിട്ട് ലക്ഷ്മണന് ചേതസി ദുഷ്ടാത്മാവേ, നിന്റെ മനസ്സ് ദുഷ്ടതയാണ്, ഞാനിത് ഓർത്തിയില്ലല്ലോ, ഞാനിത് മനസ്സിലാക്കിയില്ല. സീത പറഞ്ഞു, നിനക്ക് നിന്റെ ഉള്ളം മൊത്തവും രാക്ഷസ സ്വഭാവമാണ്, നീ മനഃപൂർവ്വമായിട്ടാണ് നീ ഇത് ചെയ്യുന്നത്. എന്താണ് രാമനാശം, രാമനെ നാശം ആകാംക്ഷിതനാകിയ ഭരതൻ്റെ കാമസിദ്ധ്യർത്ഥ അവൻ തന്റെ നിയോഗത്താൽ, അതായത് ഭരതന്റെ നിയോഗപ്രകാരം കൂടെ പോന്നതു നീയും, രാമന് നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങ് ചെല്ലുവാൻ നൂനം, ഈ രാമൻ മരിച്ചാൽ നിനക്ക് എന്നെയും കൊണ്ടങ്ങ് പോകാമല്ലോ. ഇത് ഭരതൻ്റെ നിയോഗപ്രകാരം. ഇതൊക്കെ വെറും അറിവില്ലായ്മ. അതെന്താ മായ സീതയാണ്ട് ആര് പറഞ്ഞാലും ഇന്ന് നമുക്കറിയാം, ഇവിടെയൊക്കെ മായപ്പെട്ടത് മനുഷ്യർ എന്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞാൽ അവർ കേൾക്കൂ. മക്കളെ നീ അങ്ങനെ പോകരുതേ, അവരങ്ങനെ പോകും, ഇത് ചെയ്യല്ലേ അതേ ചെയ്യൂ. എന്താ കാരണം? മായ പറ്റിയിരിക്കുന്ന അത് മാറാൻ അകത്ത് ഉൾക്കാഴ്ച വെളിച്ചമില്ല. ഇവിടെ ഈ സീതയ്ക്ക് ഇപ്പം സംഭവിച്ച അതാണ്. കാരണം അത് മായാസീതയാ. എത്ര പറഞ്ഞാലും അവർ വേറെ രീതിയിൽ എടുത്തിട്ടാ, എന്നെ കിട്ടാൻ വേണ്ടിയാണ് നീ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നത്, അപ്പോൾ എന്നെ നിനക്ക് കിട്ടാനാണ് മനഃപൂർവ്വമായി കുത്തുവാക്കൾ പറയാനുള്ള അത് ഈ ലോകത്തിലെ ലക്ഷണം അവിടെ എടുക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. അല്ല യഥാർത്ഥമായ സീതയല്ല. അതുകൊണ്ട് ഇതൊക്കെ പറയുന്നത് കൂടെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നെ നിയോഗത്തിൽ, ഭരതൻ്റെ നിയോഗപ്രകാരം കൂടെ ഭരതൻ എന്താ ഭക്തനല്ലേ. പക്ഷെ ഇതൊന്നും മായാസീതയ്ക്ക് അറിയില്ല. അവർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. കൂടെ പോകുന്നത് നീയും രാമന് നാശം വന്നാൽ ഗൂഢമായി രഹസ്യമായി എന്നെയും കൊണ്ടങ്ങ് ചെല്ലുവാൻ നൂന, അതുകൊണ്ടാണ് നീ ശ്രീരാമൻ രക്ഷിക്കാൻ പോകാത്തത്. എന്നുമേ നിനക്ക് എന്നെ കിട്ടുകയില്ല താനും, അതുകൊണ്ട് നീ വിചാരിക്കേണ്ട, എന്നെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഇന്നും പ്രാണത്യാഗം ചെയ്യുവാൻ ഞാൻ അറിഞ്ഞാലും ഞാൻ അതുകൊണ്ട് ഇന്നലെ ഞാൻ പ്രാണൻ ത്യജിക്കും. നീ പോയില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ കിട്ടത്തില്ല. ചേതസി ഭാര്യ ഹരണോദ്യുതനായ നിന്നെ സോദരബുദ്ധിയ ധരിച്ചില്ല രാഘവനിതും, രാഘവന്റെ മനസ്സിൽ നീ സഹോദരനാണെന്ന് കരുതി നിന്നെ ഇത്രത്തോളം നീ ദുഷ്ടനാണെന്ന് രാമൻ അറിയുന്നില്ല. രാമനൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് എത്തിക്കേണ്ട കയ്യില്ലല്ലോ. ലക്ഷ്മണൻ അത്രമാത്രം കഷ്ടപ്പെടുണ്ടാക്കുമല്ലേ സീത മായാസീതയ്ക്ക് വേണ്ടിയിട്ട്. അവിടെ രാമനെ ആണിട്ട് പറയുന്നു, വേറൊരു പുരുഷനെ ഞാൻ തൊടുകയില്ല ലക്ഷ്മണ, നീ അതുകൊണ്ട് നീ പോകാതിരിക്കണ്ട. ഇത് ഇന്നത്തെ സ്ത്രീകളുടെ ഇതേ ലക്ഷണമാണ്. വെറുതെയെങ്കിലും നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയും. പല വീട്ടുകളിലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇല്ല. അതാ ഇന്ന് അമ്മായിയമ്മയും മരുമക്കളോ അല്ലെങ്കിൽ മരുമക്കളും മരുമോനോ ഇതെല്ലാം എന്താ മാറി താമസിക്കുന്നേ. മരുമോനോട് സന്തോഷത്തോടെ സ്നേഹത്തിൽ ഒരു അമ്മ സംസാരിച്ച മോക്ക് ദേഷ്യം പറയാം, എന്നാ നിങ്ങൾ അവിടെ കഴിഞ്ഞോളൂ ഞാനങ്ങ് പോയേക്കാം. മോനോട് എന്നുള്ള സ്നേഹമായിട്ട് പറഞ്ഞാൽ എന്നാൽ നിങ്ങൾക്ക് അമ്മയുണ്ട് ഞാനങ്ങ് പോയേക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ സ്ത്രീകളുടെ സ്വഭാവങ്ങൾ. ഇതൊക്കെ തന്നെ മായ. അത് മായ കൊണ്ട് അറിവില്ല. അതിനാണ് മക്കളെ പറയുന്നത്, കുട്ടിനാളിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ ചിലർക്കെല്ലാം ഈ വൃത്തിയട്ട വാക്കുകളുണ്ടാണെന്ന് എല്ലാവരും ആരവസരം തോക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. എന്താ കാരണം? അവർക്ക് സഹിടുമ്പോഴത്തേ അവർ ആത്മഹത്യ ചെയ്യുന്നു. കാര്യം എന്താ? ഈ വീട്ടിൽ പഠിപ്പിക്കുന്ന കൊള്ളിരായ്മകൾ. വേണ്ടാത്ത രീതിയിൽ പുരുഷന്മാരെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങളെന്താ നിങ്ങളുടെ അമ്മയോട് അങ്ങ് പുറത്തോളൂ, അല്ലെങ്കിൽ ആ അമ്മായിയമ്മയടുത്ത് നിങ്ങളങ്ങ് പുറത്തോളൂ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തീർന്ന് ഇങ്ങനെ ജീവിക്കണമെന്ന് യഥാർത്ഥ ലക്ഷ്മണൻ തോന്നൂല, മരിക്കാൻ തോന്നും. അതുകൊണ്ട് പൊന്നു മക്കളെ, എല്ലാ കുഞ്ഞുങ്ങളെയും നന്നായി പഠിപ്പിച്ചുവിടും. ഇങ്ങനെയുള്ള വാക്കുകൊണ്ട് തോൽപ്പിച്ചാൽ ആർക്ക് നഷ്ടം? സ്വന്തം ജീവനാ നഷ്ടം തന്നെ. അവരവരുടെ മക്കളെ അവരെ രക്ഷകൾ തന്നെയാണ് കൊല്ലുന്നത്, അല്ലാതെ ആരുമല്ല.
ഇന്ന് എൻ്റെ മകൾ മരിക്കുന്നെങ്കിൽ ഞാനാണ് ഉത്തരവാദി. കാരണം എന്താണ്, നമ്മൾ ചുവര് പഠിപ്പിക്കാത്തതുകൊണ്ട് തന്നെയാണ്. വേണ്ടാത്ത പറഞ്ഞ് പഠിച്ചാൽ ഇങ്ങനെയൊക്കെ വരും. അവിടെ എന്നെ ആർക്കും എന്നെ കണ്ണൂടാന്ന് വെച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇത് കേൾക്കണ്ട അത്ര തന്നെ. ഇത് നിങ്ങൾക്ക് ഇനി മേലെ വേണ്ട, എനിക്കിഷ്ടം, എനിക്ക് നിങ്ങൾ നന്നാവുകയാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് വേണ്ടേ എന്നെ ഇതോർത്താ ഇവർ കൊള്ളത്തില്ല, ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് ഇതൊന്നും കേൾക്കണ്ട എന്ന് തോന്നുന്നെങ്കിൽ അത് നിങ്ങളുടെ മായ. അതുകൊണ്ടാണ്. അതല്ല ശരിയാ അമ്മ പറയുന്നത്. അങ്ങ് പല മക്കളും എന്നെ ഇങ്ങനെ പറയും, അമ്മ പറയുന്നത് എല്ലാം ശരിയാ, അത് ഓരോ മക്കൾ ഇങ്ങനെ പറയും, അത് ശരിയാ അമ്മയെ സത്യമാ എന്ന് പറയുന്നതാണ് എനിക്ക് ഇഷ്ടവും ഇല്ല അനിഷ്ടവും ഇല്ല. കാരണം അത് അങ്ങനെ ആയാൽ നല്ലത്. അല്ലെങ്കിൽ എന്ത് വരും, ആർക്ക് ഛേദം? അവരവർക്ക് തന്നെ ഛേദം. താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ ചാടും. പക്ഷെ അപ്പോഴും എവിടെ കുറ്റം അമ്മായിയമ്മയ്ക്കും പാവം പുരുഷനുമായിരിക്കും. അതുകൊണ്ട് ഇത് സ്ത്രീകൾ തന്നെയാണെന്ന് എനിക്ക് 100% അറിയാം. ഈ പെണ്ണുങ്ങൾ അല്ല ആണുങ്ങൾ ഇങ്ങനെ പറയത്തില്ല. പെണ്ണുങ്ങൾ എവിടെ ചെന്നാലും മരുമക്കളാലും പെൺമക്കളാലും ജയിക്കാൻ വേണ്ടി ഇങ്ങനെ പറയും. അത് ഈശ്വരൻ ഇഷ്ടപ്പെടുവോ? ഇവിടെ ഈ സീത മായാസീത ഇവിടെ പറഞ്ഞെന്താ, ലക്ഷ്മണനെ എന്നെ നിനക്ക് കെട്ടാൻ വേണ്ടിയാണ് ശ്രീരാമൻ രക്ഷിക്കാതെ. എത്രമാത്രം അതിനകത്ത് അർത്ഥമുണ്ട്. അത് കേട്ടാൽ ഏത് പുരുഷനെ ആത്മഹത്യ ചെയ്യാത്തത്? അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ച് നമ്മളെ മക്കളെ വളർത്തണം. ഇല്ലെങ്കിൽ പാപം ആർക്കിരിക്കും? നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് സോദര ബുദ്ധിയ ധരിച്ചില്ല രാഘവനൻ. സഹോദര സ്നേഹം കൊണ്ട് നീ നല്ലവനാണെന്ന് ധരിച്ചു പോയി, നീ ദുഷ്ടനാണെന്ന് സ്നേഹം കൊണ്ട് രാമൻ അറിഞ്ഞില്ല എന്ന്. കണ്ടോ, രാമനെ ഒഴിഞ്ഞ് ഞാനൊരു മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലല്ലോ. ഇത്തരം വാക്ക് കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്യനും പൊത്തി. പുനരവളോടുര ചെയ്താൻ, നിനക്ക് നാശം അടുത്തിരിക്കുന്നു, പാരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. എത്ര പറഞ്ഞിട്ട് നീ കേൾക്കുന്നില്ല. നിന്നെ ഉള്ളത് അന്ധത പിടിച്ചിരിക്കുന്നു, നിനക്ക് മായ നിന്നെ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ പറഞ്ഞാൽ കേൾക്കുകയില്ല. നീ തന്നെ ഇനി അനുഭവിച്ച് നിനക്ക് നാശം അടുത്തിരിക്കുന്നു. ഇന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം. ഇന്ന് ഒരുപാട് കുട്ടികളെ വിവാഹം കഴിച്ചുകൊണ്ട് വിടുമ്പോൾ ഉടനെ തന്നെ എന്താ അവിടെ അങ്ങ് ഭരണം. അമ്മയെ സ്നേഹിച്ചൂടാ, അച്ഛനെ അമ്മായി, അതായത് സ്വന്തം ഒരു മകനാണെങ്കിൽ അമ്മയെ സ്നേഹിച്ചൂടാ, അച്ഛനെ സ്നേഹിച്ചൂടാ, മറ്റ് സഹോദരങ്ങളെ സ്നേഹിച്ചൂടാ. ഇങ്ങനെ ഓരോ രീതിയിൽ എനിക്ക് തന്നെ വേണം എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം മൊത്തവും. ഇതാണ് ഇന്ന് ലോകം നശിക്കാനുള്ള കാരണം. ഒരു മനുഷ്യനായാൽ അമ്മ വേണം, സഹോദരൻ വേണം, എല്ലാവരും വേണം. എങ്ങനെയാണ് അതുവരെ അതുമെല്ലാം ഉൾക്കൊണ്ട് പോകാൻ. അത് എല്ലാത്തിലും 10ൽ 50% ഭാര്യയ്ക്ക് കൊടുത്തു, ബാക്കി 50% അമ്മയ്ക്കും അച്ഛനും സഹോദരങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ പങ്കിട്ട് കൊടുത്താൽ മതി. അത് നല്ല കുട്ടികളായിട്ട് നമ്മൾ വീട്ടിൽ വളർന്നെങ്കിലല്ലേ അവർക്ക് ആ ബോധം ഉണ്ടാവുള്ളൂ. തീർത്തും ഒരു മകനെ വളർത്തിട്ട് മകനെ ആ അമ്മയ്ക്ക് കിട്ടത്തില്ല, കൊടുക്കത്തില്ല എന്ന് കണ്ടാൽ എന്തായി വരും അവിടെ? അതെങ്ങനെ സഹിക്കാൻ പറ്റും? ഒന്നും ആഗ്രഹിച്ചല്ല അമ്മമാർ മക്കളെ വളർത്തുന്നത്, ശരിയാ. ഒരു ഗുണവും നമുക്ക് കിട്ടില്ല, നമ്മൾ നമ്മളെ മക്കളെ വളർത്തുമല്ലോ. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ആകുമ്പോൾ അമ്മയുടെ ദുഃഖം അവിടെ കൊണ്ട് അവസാനിപ്പിക്കും. അവർ പോകെ അവരെ നന്നായിക്കൊള്ളാം, അവരെങ്ങനെ ജീവിച്ചോട്ടെ, സഹിച്ചോട്ടെ, നമ്മൾ സഹിക്കാം, എന്നാലും അവർ ജീവിച്ചോട്ടെ എന്ന് കരുതും. തള്ളമാരങ്ങനെയാണ്. പക്ഷേ ആ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും? അത് ശാപമല്ലേ, മനഃശാപമല്ലേ. മനഃശാപം വന്നാൽ ഒരിക്കലെങ്കിലും അവർ കരകയറുമോ? ഈശ്വരൻ പോലും അവരെ നിന്ദിച്ചിട്ടേക്കത്തിലുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇത് തന്നെയാണ് വേണ്ടുന്നത്, നിങ്ങൾ അനുഭവിച്ചോ. ഭഗവാൻ ഒരു നോട്ടവും കാണത്തില്ല. കാരണം നന്മയ്ക്ക് മാത്രമേ ദൈവം കൂട്ടുനിൽക്കൂ. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയത് എന്തേ ചണ്ടി? ലക്ഷ്മണൻ പറയുന്നത് എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്താ പറയാ, അത്രത്തോളം നിനക്ക് നീ ഇത് പറഞ്ഞിട്ട് കേൾക്കാത്തതോട് നിനക്ക് നാശം വന്നിരിക്കുന്നു. നിനക്ക് നിരൂപണം എനിക്ക് തടുക്കാൻ പറ്റില്ല. ഇത്ര എന്താ ഇങ്ങനെ പറയുന്നത് ചണ്ടി? ധിക്കതി ഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം ചണ്ടി. കാരണം ഒന്നും മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥയാ. അതാണ് ധിക്കതി ഗത്യന്തം ക്രൂരചിത്തം നാരികൾക്ക്. ഈ നാരികൾക്കെല്ലാം ഇതാണ് ഈ ക്രൂരമായ ചിത്തം. വേണ്ടാത്തത് പറയുക, നടക്കാത്ത കാര്യങ്ങൾ പറയുക. വനദേവതമാരെ പരിപാലിച്ചു കൊള്ളുവിൻ, മനുവംശാധീശ്വരൻ പത്നിയെ വഴി പോലെ. മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ. ദേവിയെ ദേവകളെ ഭരവേൽപ്പിച്ചു മന്ദം പൂർവ്വജൻ തന്നെ കാണാൻ നടന്ന സൗമിത്രിയും. അപ്പം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഇത് പഠിക്കുന്ന ഇതിനാ. എൻ്റെ പൊന്നു മക്കളെ, നമ്മളിത് മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനാ. ഇവിടെ സീതയ്ക്കും ലക്ഷ്മണനും വേണ്ടി അല്ല ഇത്. അവരൊക്കെ പോയി കഴിഞ്ഞ്, അവരുടെ ജീവിതമൊക്കെ പോയി, അവർ പരമാത്മാവിൽ ലയിച്ചു കഴിഞ്ഞു. അവർക്കിനി ഇതിനൊന്നും വേണ്ട. ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന നരകിക്കുന്ന മൊത്തം മക്കളും നമ്മളൊക്കെയാണ്. നമ്മുടെ മക്കൾ നന്നായി ജീവിക്കണം. നമ്മൾ നന്നായി അവരെ ഗുണദോഷം കൊടുത്തു തന്നെ വിടണം ഒരു വീട്ടിലേക്ക്. ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അനുഭവങ്ങൾ. സീത അപഹരണം. അന്തരം കണ്ടു ദശകന്ധരൻ മദന ബാണാന്ധനായി അവതരിച്ചിടാൻ അവനിയിൽ. പെട്ടെന്ന് തന്നെ സൗന്ദര്യ നമുക്ക് ഇത്രയും വാക്ക് കേട്ടോ ഈ ലക്ഷ്മണൻ ഇറങ്ങിപ്പോയി. കാരണം നിൽക്കപ്പുറത്തിയില്ല. വേണ്ടാത്തത് പറഞ്ഞ ഏത് പുരുഷനും പോകത്തില്ലേ? പക്ഷേ ധൈര്യമായിട്ട് കുറച്ചു നേരം നിൽക്കണം. അതും അവിടെ വരണമല്ലോ. ഇങ്ങനെ
അതുകൊണ്ട് അന്തരം ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവസരം പാർത്തിരിക്കല്ലയോ ഈ രാവണൻ. ഇറങ്ങിപ്പോകുന്ന നോക്കിയിരുന്ന ദശകന്ധരൻ മദന ബാണ അന്ധനായി. മനസ്സിന് ബാണം അത്രമാത്രം അന്ധത പിടിച്ചുകൊണ്ട് അവതരിച്ചിടാൻ അവനിൽ അവിടെ പെട്ടെന്ന് അവതരിച്ച് അവിടെ ഇറങ്ങി സന്യാസി വേഷത്തിൽ. ജടയും വൽക്കലവും ധരിച്ച സന്യാസിയായി ഉടജാങ്കണി വന്നു നിന്നിതു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ട് തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി നത്വാ സമ്പൂജ്യ ഭക്തിയ ഫലമൂലാദികളും ദത്വാ സ്വാഗത വാക്യം മുക്കുത. പിന്നെയും ചൊന്നാൾ ആ സന്യാസി യഥാർത്ഥ സന്യാസിയാണെന്നും പറഞ്ഞ് പൂജിച്ച് പഴങ്ങളൊക്കെ കൊടുത്ത് സ്വാഗതമൊക്കെ ചെയ്ത് നന്നായി സംസാരിച്ച് പിന്നെ ചൊന്നാൾ എന്ത് പറയുന്നു? അത്ര ഇവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ട് ഇത്തിരി നേരം ഇരുന്നിടുക തപോനിധി, അല്പനോടെ ഇരിക്കൂ, ഭർത്താവ് വരും. ഇപ്പോൾ തൊൽപ്രിയമെല്ലാം ചെയ്യും. അങ്ങയുടെ പ്രിയം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഭർത്താവ് ശ്രീരാമൻ ഇപ്പം തന്നെ വരും. താങ്കൾക്ക് സ്വാമിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. ക്ഷുത്രുടാദിയും തീർത്ത് വിശപ്പൊക്കെ തീർത്ത് വിശ്രമിച്ചാലും ഭവാൻ ഈ പഴങ്ങളൊക്കെ തിന്നിട്ട് ഒന്നിരിക്കൂ, ശ്രീരാമൻ പെട്ടെന്ന് തന്നെ വരും, ഭർത്താവ് വെക്കം തരും. ഇത്തരം മായാദേവി മുക്തത ആലാപങ്ങൾ കേട്ടു സന്തോഷമായ വാക്കുകളൊക്കെ കേട്ട് സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. എന്താ പറയുന്നേ? കാമവിലോചനെ കമനിയാക്കി നീ ആരമലേ ചൊല്ലിടൂ നിൻ കമിതാവാരുന്നതും. നീ ആരാണ് കമനിയാങ്കി സുന്ദരി? നീ പറയൂ. നിഷ്ഠുര ജാതികളാൻ രാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ, ഇങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ, വ്യക്തമാവുന്നില്ല എനിക്കല്ലാതെ. നീ ഒരു നാരീമണി താനേ വാഴുന്നത് എന്തോ ഒരു ആയുധപാണികളും ഇല്ലല്ലോ സഹായമായി. നീ ഇവിടെ എന്താ സുന്ദരി ഒറ്റയ്ക്ക് കഴിയുന്നത്? നീ ഒറ്റയ്ക്ക് ഈ വനത്തിൽ ഇത്രയും മാത്രം ക്രൂരമായ വനമല്ലേ, ഒരായുധം പോലും നിന്റെ കയ്യിലില്ലല്ലോ സഹായമായിട്ട്. പിന്നെ നീ എങ്ങനെയാണ് ഒറ്റയ്ക്ക് കഴിയുന്നു? അവനറിയാം ശ്രീരാമനും ലക്ഷ്മണനൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊന്നും അറിയാത്ത മട്ടിലല്ലേ ചോദിക്കുള്ളൂ. അവർ പോയപ്പോഴല്ലേ ഇയാൾ അവിടെ അവതരിച്ചുള്ളൂ, അതിനും അവിടെ നിന്നില്ലല്ലോ. തന്നുടെ പരമാർത്ഥം ഒക്കെ പറഞ്ഞാൽ ഞാൻ എന്നോട് പരമാർത്ഥം പറയുന്നുണ്ട് താനും. മേദിനി അത് കേട്ട് ഉര ചെയ്തിടനാൾ. മേദിനീപതി വരനാം അയോധ്യ അധിപതി, എൻ്റെ മേദിനീപതിയാണ്. മേദിനീപതി അത് ഭൂമിയുടെ രാജാവായ വരൻ അയോധ്യാധിപതി ദശരഥൻ്റെ വാട്ടമില്ലാതെ ദശരഥന നൃപാധിപ ജ്യേഷ്ഠനന്ദനായ മൂത്ത മകനായ ദശരഥൻ്റെ രാമൻ അത്ഭുത വീര്യൻ, അതാണ് എൻ്റെ ഭർത്താവ്, പേര് രാമൻ, അത്ഭുത വീരനാണ്. തന്നുടെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ ധന്യനം അനുജനും ലക്ഷ്മണൻ എന്ന നാമം. എൻ്റെ അനുജൻ ലക്ഷ്മണനാണ്, എൻ്റെ പേര് ജനകാത്മജ സീത. ധർമ്മപത്നി ജനകാത്മജ ജനക മഹാരാജൻ്റെ മകള്, ധർമ്മപത്നിയാണ് ഞാൻ. ഞങ്ങൾ മൂവരും പിതൃരാജ്ഞയ തപസ്സിനായി ഇങ്ങി വന്നിരിക്കുന്നു ദണ്ഡകവനന്തനിൽ. ദശരഥ മഹാരാജാണ് പിതാവിൻ്റെ ആജ്ഞ പ്രകാരം ഞങ്ങളിവിടെ തപസ്സിന് വന്നിരിക്കുന്നു ഈ ദണ്ഡകവനത്തിൽ. 14 ആണ്ട് കഴിവോളവും വേണം താൻ അതിന് പാർത്തിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞില്ലേതും പുനരെന്തിനായി എഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം. ആരാണ് ഞാൻ അറിയുന്നില്ലല്ലോ സ്വാമി ഈ മുനിയെടുത്ത് പറയുന്നു. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനെ പഞ്ചബാണാധിവാസേ പൗലസ്ത്യ തനയനാം രാക്ഷസ രാജാവു ഞാൻ. ത്രൈലോക്യത്തിങ്കിൽ എന്നെ ആര് അറിയാതെയുള്ളൂ. നിർമ്മലേ കാമ പരിതപ്തനായി ചമഞ്ഞു ഞാൻ നിൻ മൂലം. അതിനു നീ കാരണം എനിക്ക് ആഗ്രഹം വർദ്ധി നിന്നെ കണ്ടപ്പോൾ എൻ്റെ എന്താ പറയുക, ഞാൻ പൗരസ്ത്യ തനയനാണ്, രാക്ഷസ രാജാവാണ്. പിന്നെ ത്രൈലോക്യത്തിൽ എന്നെ ആരാണ് അറിയാതെ ഉള്ളത്. നിർമ്മലേ കാമ പരിതപ്തനായി ചമഞ്ഞു ഞാൻ. എന്താ കാരണം? സുന്ദരിയായ സ്ത്രീയെ കണ്ടപ്പോൾ എനിക്ക് ഇപ്പോൾ ആഗ്രഹം വർദ്ധിച്ചു. നിൻ മൂലം നീ കാരണം, നിൻ മൂലം അതിന് നീ പോരണം. മയാസാകം എൻ്റെ കൂടെ പോരണം. നിന്നെ കണ്ടപ്പോൾ സന്യാസിയായിട്ട് ചെന്ന ആളാ, നല്ല സന്യാസി. നീ കാരണം എനിക്ക് കാമം വർദ്ധിച്ചു, അതുകൊണ്ട് നീ എൻ്റെ കൂടെ പോരണം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം. വാനോർ അതായത് എന്താ പറയുക, സ്വർഗത്തിൽ ദേവലോകത്തിനേക്കാളും മനോഹരമാണ് ലങ്കയാൻ രാജ്യം. കിങ്കരനായി തവ ലോകസുന്ദരി നാഥേ സുന്ദരി, നിന്റെ കിങ്കരനായി ഞാൻ നിന്റെ ദാസനാകാം എന്നാ പറയാം. കിങ്കരനായി
അപ്പോൾ അവിടെ രാജാവാണെങ്കിൽ തന്നെ ഞാൻ നിന്റെ കിങ്കരനായി കഴിഞ്ഞോളാം. കിങ്കരനായി തവ ലോകസുന്ദരി നാഥേ താപസവേഷം പൂണ്ട രാമനാൽ എന്തു ഫലം. ഈ മുനിവേഷം കൊണ്ടിരിക്കുന്ന ഈ രാമന് അപ്പോൾ അവൻ അത് വെച്ച് മനസ്സിലാവൻ കണ്ട കണക്ക്. അപ്പം താപസ വേഷം പൂണ്ട രാമനെ കൊണ്ട് എന്താ നിനക്ക് ഗുണം, എന്ത് ഫലം? താപം ഉൾക്കൊണ്ട് കാട്ടിൽ ഇങ്ങനെ വസിക്കേണ്ട, നീ വിഷമിച്ച് താപം ദുഃഖപ്പെട്ട് നീ ഇങ്ങനെ വനത്തിൽ വസിക്കേണ്ടതാണല്ലോ, ഈ സുന്ദരിയല്ലേ. അതുകൊണ്ട് ഈ മുനിവേഷം കൊണ്ട് ശ്രീരാമനെ കൊണ്ട് എന്താ നിനക്ക് വല്ല ഫലമുണ്ടോ? ശരണാഗതനായോർ എന്നെ നീ ഭജിച്ചാലും ഞാൻ ശരണാഗതനാണ്. കാരണം എന്താ, നിന്റെ അടിമയായിട്ട് നിന്നെ ശരണം പ്രാവശ്യം ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. അങ്ങനെയുള്ള എന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും, മഹാഭോഗങ്ങൾ രാജധാനിയല്ലേ, അവിടെ നല്ല സുന്ദരമായ ഭോഗസുഖങ്ങളോട് കഴിയാം. എൻ്റെ അതായത് സീതയുടെ അടിമയായിട്ട് തന്നെ അയാൾക്കവിടെ കഴിഞ്ഞോളാം. എന്നിട്ട് മഹാഭോഗങ്ങളൊക്കെ ഭുജിച്ച് കഴിയാം. രാവണവാക്യം ഏവം കേട്ട് അതിഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ട് ജാനകി ചെന്നാൾ മന്ദം. ഇങ്ങനെ കേട്ടപ്പം ദേവി എന്താ പറയുന്നത്? കേവലം അടുത്തതോ മരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരും ഇപ്പോൾ മേദിനീപതി മമ ഭർത്ത. ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിന്. അതായത് ഇവിടെ സിംഹത്തിൻ്റെ പത്നിയാണ്. ലോകത്തിലെ രാജാവല്ലേ, സിംഹമല്ലേ ഭഗവാൻ എന്തോ എൻ്റെ പേര് ശ്രീരാമൻ. മുയലാണ് നീ. ആരാ? ഈ സന്യാസി രാവണൻ. സിംഹത്തിനെ നിനക്ക് തൊടാൻ പറ്റുമോ എന്നാണ് ദേവി മായയാണെന്ന് ചോദ്യം അതാണ്. അപ്പോൾ ഇത് ഏവം നീ ചൊല്ലുന്നതാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോട്. അപ്പോൾ ഇപ്പം തന്നെ ശ്രീരാമൻ്റെ സഹോദരനും കൂടെ ഇപ്പം വരും, വേഗത്തിൽ വരും. ഇപ്പോൾ മേദിനീപതി മമ ഭർത്ത ശ്രീരാമചന്ദ്രൻ, മേദിനീപതി മമ ഭർത്താവാണ് എൻ്റെ ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് അങ്ങനെയുള്ള സിംഹത്തിനെ നീ തൊട്ടാൽ എന്ത് വരും? ഒരു ഹരിപത്നിയെ, അതായത് ഹരിപത്നിയെ സിംഹത്തിൻ്റെ പത്നിയെ ശശത്തിന് തൊടാൻ പറ്റുമോ? മുയലിന്. നീ ഒരു മുയലാണ്, സിംഹത്തിൻ്റെ പത്നിയാണ് ഞാൻ, എന്നെ നിനക്ക് തൊടാൻ പറ്റുമോ? കഷ്ടമായുള്ള വാക്ക് ചൊല്ലാതെ മൂഢാത്മാവേ. പക്ഷെ കൊണ്ടുപോയി, അതാണ് രസം. ഇത്ര പറഞ്ഞു വെച്ചു. അതുകൊണ്ട് എന്നെ തൊട്ടുകൂടാ, കഷ്ടമായുള്ള ഈ വാക്ക് പറയാതിരിക്കുന്ന മൂഢാത്മാവേ. രാമബാണങ്ങൾ കൊണ്ട് മാരണം പിളർന്ന് നീ ഭൂമിയിൽ വീഴുവാനുള്ള കാരണം ഇത് നൂനം. നീ ഇപ്പം തന്നെ നിന്റെ മാരണം പിളർന്നതിനെ നീ ഇപ്പം തന്നെ ഇവിടെ വീഴും. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണൻ ഏറ്റവും തിങ്ങിയിടം ക്രോധം പൂണ്ട് മൂർച്ഛിതനായ നേരം. ദേഷ്യമെന്നത് മൂർച്ഛിതനായി. അതാണ് കാമം മൂത്താനുള്ള അവസ്ഥ. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. കാമം കൊണ്ട് പിന്നെ അത് മൂത്ത് അത് ക്രോധമായിട്ട് പിന്നെ എന്ത് സംഭവിക്കും? നീ കൊല്ലും, അല്ലെ തട്ടിക്കൊണ്ട് പോകും. ഇങ്ങനെയൊക്കെയാണ് ലോകം. അതുകൊണ്ട് നോക്കുമ്പോൾ പഠിക്കണം. തന്നെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി തന്നിഭം ദശാനനം വിംശതി മഹാഭുജം. അയാൾ ക്രോധം വന്നപ്പോൾ എന്തുവന്ന് അയാൾ യഥാർത്ഥ രൂപം കാണിച്ച് മഹാഗിരി, വലിയൊരു പർവ്വതം പോലെ സന്നിഭം ദശം 10 മുഖവും ആനന മുഖം 10 തലകളും വിംശതി 20 കൈകളും മഹാഭുജം 20 കൈകളും അഞ്ജന ശൈല ആകാരം കരിമല അഞ്ജനം കരിമഷി കരിമല ദേഹം. അങ്ങനെ കരിനിറത്തിലുള്ള ശൈലം, വലിയ പർവ്വതം പോലത്തെ ആകാരം ശരീരം. അങ്ങനെയുള്ള കാണായ നേരം ഉള്ളിൽ അഞ്ജസ ഭയപ്പെട്ടു വനദേവതമാരും പോലും ഭയപ്പെട്ടു ഈ കാലനെ കണ്ടപ്പോൾ. രാഘവപത്നിയെയും തേരതിൽ എടുത്തു വെച്ച ആകാശമാർഗെ ശീഘ്രം പോയി ദശാസിനും. ഒരു രക്ഷയുണ്ടായോ? അവൻ്റെ യഥാർത്ഥ രൂപം സന്യാസിനും മാറി ആരാലും നടക്കുന്ന കാര്യമാണോ? അങ്ങനെ പറഞ്ഞു. ഹാഹാ, അപ്പോഴത്തേക്ക് വിളി തുടങ്ങി സീതയ്ക്ക്. ഹാഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ. ഇതാണ് ഇന്നത്തെ സ്ത്രീകൾക്ക് പറ്റിയ അവസ്ഥ. ഇന്ന് ഒരു കുട്ടിയെ കൊണ്ടുവന്നാൽ ഭർത്താവിന് ഒക്കാത്തതുപോലെ ഒപ്പിക്കാൻ പറയും. ചേട്ടാ എനിക്ക് അത് വേണം ഇത് വേണം. അവിടെ അപ്പുറത്തെ പെണ്ണിന് ഭർത്താവ് കണ്ടില്ലേ, വലിയ കൂടിയ കാറൊക്കെ കാണും, അല്ലെങ്കിൽ ഇന്ന പോലെ പല പല രീതിയിലാണ് ആ പെണ്ണിനെ കണ്ടാൽ നോക്ക് എന്തുമാത്രം ആഭരണങ്ങളും മറ്റും ഒക്കെ കൊടുത്ത് ഇട്ടെന്ന് അവരെ സുഖിച്ച് വാഴിക്കുന്നു. എന്താ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്? നിങ്ങൾക്ക് കണ്ടിട്ട് നാണോ അതിലെ അവരെ കണ്ടിട്ട് എന്നെ ഇങ്ങനെ നടത്താം? ഇങ്ങനെ പറഞ്ഞ് അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളോ വിഷമങ്ങളോ ഉള്ളിൽ മനസ്സിലാക്കാതെ സ്ത്രീകൾ മായൽ മുഴുകി എങ്ങനെയെല്ലാം ചമയണം, ഇതിനു വേണ്ടി എവിടെല്ലാം പോകണം, എന്തെല്ലാം കാണണം, ഇതിനു വേണ്ടി അങ്ങ് തകർത്ത് പിടിക്കും. ഭർത്താവ് എങ്ങനെ കഷ്ടമാണ്, നമുക്ക് ബന്ധമൊന്നും പിരിയണ്ട, എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് കരുതി അവർ ഒരു തണുങ്ങ് പോലെ ക്ഷമിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകും. എന്താ കഷ്ടം, നമ്മൾ എന്തായാലും ആരും ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ, ക്ഷമിച്ച് നെല്ലിപ്പലഹ കാണും. ചില പുരുഷന്മാരും ഇന്ന സ്ത്രീകൾക്ക് വേറൊരു രീതി. ചിലവന്മാരെ കിട്ടുന്ന വെറും കുടിയന്മാരും മയക്കുമരുന്ന് അടിമപ്പെട്ടവരെ, അവന്മാരെ കൊണ്ട് ശല്യം സ്ത്രീകൾക്കുണ്ട്. അവർക്ക് ആത്മഹത്യയുടെ കാര്യത്തിൽ അവർക്ക് ഇറങ്ങി അങ്ങ് പോയാൽ പോരെ.
ഇങ്ങനെയുള്ളവരെ കളഞ്ഞിട്ടൊക്കെ പോകണം, അവനവൻ്റെ വീട്ടിലേക്ക് പോകണം. ഇങ്ങനെയുള്ള കുടിയന്മാരോട് നിൽക്കരുത്. അതേസമയം ആത്മഹത്യക്ക് ഒരുങ്ങുന്നതെല്ലാം മറ്റു രീതിയിലാണ്. ഈ പെണ്ണുങ്ങൾ തന്നെയാണ് കുഴപ്പം. അപ്പം അവിടെ അമ്മായിയമ്മയായിട്ട് ചേരത്തില്ല, ഭർത്താവായിട്ട് ചേരത്തില്ല, അമ്മായിയമ്മ പറയുന്നത് കേൾക്കത്തില്ല. അപ്പോഴാണ് ഇവിടെ കൂടുതലും ആത്മഹത്യ ഉണ്ടാകുന്നത്. ഇത് ഇരു കൂട്ടരിലും ഉണ്ട്, ആണിനും ഉണ്ട് പെണ്ണിനും ഉണ്ട്. ആണുങ്ങൾക്ക് യഥാർത്ഥമായ ഒരാണല്ലാതെ പലയിടത്തും ഉണ്ട്. സ്നേഹമില്ലായ്മയായിട്ടും സ്ത്രീധനത്തിന് വേണ്ടിയും ഇങ്ങനെ ഒരുപാട് വിഷമിപ്പിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. എല്ലാ രീതിയിലും ഉണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വേണം? ആത്മീയമായ വിദ്യ പഠിക്കണം. നമുക്ക് കൊള്ളത്തില്ലേ, കളഞ്ഞിട്ട് പോകണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആത്മവിദ്യ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ഒരു ധൈര്യം ഉണ്ടാവും. നിന്നെ പോടാ പുല്ലേ, ഞാൻ എങ്ങനെ ജീവിച്ചോളാം, കളഞ്ഞിട്ട് പോകും. അതാണ് ഈശ്വരൻ അതിനുള്ള കഴിവ് നമുക്ക് തരും. അതിനു വേണ്ടിയാണ്. അല്ല അവൻ്റെ ചവിട്ടും തുപ്പും കൊണ്ട് അവിടെ കിടന്നാൽ എന്തുവരും? നമ്മൾ തന്നെ നശിക്കുന്നത് വീണ്ടും. അതിന് തക്ക ധൈര്യം വേണമെങ്കിൽ നമുക്ക് നല്ല അറിവുണ്ടാകണം. ഈ പറഞ്ഞ അറിവുകൾ നേടിയാലുണ്ടല്ലേ എന്നെ പോലെ ജീവിക്കാം. എന്നെയും കുറേ ഇതുപോലെ വരുതിൽ വെച്ചതാ. ഭർത്താവല്ല, എൻ്റെ മുതൽ കൊണ്ടുവന്ന് മക്കളെ അയക്കണം, എല്ലാവരെയും അയക്കാൻ മുതൽ. അതിനുവേണ്ടി ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് പറയുന്നതിനൊരു കുറച്ച് കേട്ടോമ്പോൾ എനിക്ക് പുല്ലുമില്ല. ഇനിയെങ്കിലും പറയണ്ടേ, നാട്ടിൽ അറിയണ്ടേ, എല്ലാവർക്കും അറിയാമല്ലോ അത്. ഞാൻ അതിനുവേണ്ടി ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം എനിക്കുള്ള വഴി തെളിച്ചു വിട്ടതാണ് ദൈവം അന്ന്. അങ്ങനെ എനിക്ക് സമാധാനമുണ്ട്. അങ്ങനെ വന്നുകൊണ്ടാണ് ഞാൻ ഈ വഴിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് വിവരമില്ലാത്ത ഞാൻ ആണെങ്കിലോ അവർ കൊന്നിട്ട് എല്ലാം വിറ്റുപറക്കി കൊണ്ടുവന്ന് അവരുടെ എല്ലാം അവസാനം ഞാൻ തെണ്ടി തിരിഞ്ഞ് പോയേനെ. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ പഠിപ്പിക്കും. എന്താണ് നോക്കണം, നമുക്ക് തന്നെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് തരും. അങ്ങനെ നമ്മളെ പെണ്ണുങ്ങളെ കെട്ടിച്ചയക്കാവും. അതുപോലെ നമ്മൾ വീട്ടിൽ നന്നായി പഠിക്കണം, വേണ്ടുന്നൊക്കെ പഠിക്കണം. എങ്ങനെ ആത്മവിദ്യ ഇതുള്ള അറിവുകൾ നേടണം. അപ്പോൾ നമ്മളെ ആരും പറ്റിക്കാൻ പറ്റത്തില്ല, ചതിക്കാൻ പറ്റത്തില്ല. കൊള്ളാത്തവരാണെങ്കിൽ കളഞ്ഞിട്ട് പോകാനുള്ള ധൈര്യം നമുക്കുണ്ടാവും. അതുകൊണ്ട് എന്തു പറയാ, ഹാ ഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ ഹാ ഹാ അമൽ പ്രാണേശ്വര പാഹിമാം ഭയാതുരാം. ഇത്തരം സീത വിലാപം കേട്ട് പക്ഷീന്ദ്രനാം സത്വരം ഉദ്ധാനം ചെയ്തെത്തിനാൻ ജടായുവിനെ നേരത്തെ ഭഗവാൻ അറിയാം. ജടായു മുമ്പ് വധിക്കപ്പെടേണ്ടതല്ല, ഞാൻ ഭഗവാന്റെ ദാസനാവാം, എന്തും ഭക്തനായിട്ടാണ്. എൻ്റെ പിതാവായ ദശരഥ മഹാരാജാവും ദാസനായിരുന്നു, ഭക്തനായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് ജടായു ഇത് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് വന്നു. തിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കണ്ടുകൊണ്ട് എവിടേക്ക് പോകുന്നു മൂഢാത്മാവേ? പക്ഷി ചോദിച്ചു. അധ്വരത്തിങ്കൽ യാഗത്തിൽ ചെന്ന് ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാ പുരോടാംശം കൊണ്ടുപോകുന്ന പോലെ. അതായത് മന്ത്രമൊക്കെ ചൊല്ലി യാഗത്തിൽ നല്ലതായിട്ടിരിക്കുന്ന പുരോടാംശം ഹോമദ്രവ്യം ഒരു പട്ടി ശുനകൻ കൊണ്ടുപോകുന്ന പോലെ ഇവിടെ സുന്ദരിയായിരിക്കുന്ന അവരുടെ മുമ്പിൽ ഇത് മായാസീതെന്ന് അറിയില്ലല്ലോ ഈ പക്ഷി വിചാരിക്കുന്ന ഒരു ഹോമദ്രവ്യം പോലല്ലേ സീതാദേവി. അങ്ങനെ സീതാദേവിയെ ഒരു പട്ടി വന്ന് കൊണ്ടുപോകുന്ന ഈ രാക്ഷസ രാജാവായ രാവണൻ്റെ പട്ടിക്ക് തുല്യയിലുള്ളൂ. സീതയുടെ മുമ്പിൽ എത്ര രാജാവെല്ലാം പട്ടിക്ക് തുല്യല്ലേ. അങ്ങനെ പക്ഷി നോക്കുമ്പോൾ എന്താ ഇത്രയും ഹോമദ്രവ്യമായിരിക്കുന്ന യാഗത്തിൽ ചെന്ന ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമായിരിക്കുന്ന പുരോടാംശം അങ്ങനെ ഇരിക്കുന്ന സീതയെ കൊണ്ടുപോകുന്ന പോലെ, ഒരു നായ കൊണ്ടുപോകുന്നത് പോലെ ഇവൻ കൊണ്ടുപോകുന്നു. ഇത് കണ്ടപ്പോൾ പക്ഷിക്ക് എന്ത് തോന്നുന്നു? പദ്ധതി മധ്യേ പരമോദ്ധ ബുദ്ധിയോടും ഗൃധ്രരാജന് ഒരു പത്രവാനായുള്ളൊരു കത്രരാജനെ പോലെ ബദ്ധവൈരത്തോട് അതിക്രുദ്ധനായ അഗ്രേശെന്ന യുദ്ധം തുടങ്ങിനാൻ. അങ്ങനെ അവർ തങ്ങൾ യുദ്ധമായി. അബ്ധിയും പത്ര അനലശുദ്ധമായി ചമയുന്നത് അതിരികൾ ഇളകുന്നു. വിദ്രുതം അത് നേരം. ആ യുദ്ധത്തിന് എന്തൊക്കെ വരുന്നു? ഇത് പത്ര അനില ശുദ്ധമായി. ഈ പത്ര ഇതിൻ്റെ ചിറകടിയുടെ കാറ്റ്, അനിലൻ കാറ്റ്, അത്രമാത്രം ഭയങ്കര പക്ഷിയല്ലയോ. അപ്പം എന്തോന്ന്? അതിരികൾ ഇളകുന്നു. വിദ്രുതം അത് നേരെ. ഈ വിദ്രു എന്നൊക്കെ പറയുന്ന പാട്. അപ്പം അതിരികൾ എന്ന് വെച്ചാൽ ഇതൊക്കെ ഇളകി മറിയുവാണ്. എന്നിട്ട് കാൽ നഖങ്ങളെ കൊണ്ട് ചാപങ്ങൾ പൊടിപ്പെടും ആനനങ്ങൾ കീറി. അവൻ്റെ ഈ പക്ഷിയുടെ നഖങ്ങൾ അത്രമാത്രം ആയുധം പോലെയാണ്. കാൽ നഖങ്ങളെ കൊണ്ട് ചാപങ്ങൾ പൊടിപ്പെടുത്ത ആനനങ്ങളും കീറി മുറിഞ്ഞ് വശം കെട്ട് തീഷ്ണ തുണ്ടാഗ്രം കൊണ്ട് തേർത്തളം തകർത്തിയതു. കാൽ ക്ഷണം കൊണ്ട് കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. ഇവൻ്റെ അശ്വങ്ങളെല്ലാം ഈ പക്ഷി ജടായു എല്ലാം തകർത്തു. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റ് ശക്തിയേറിയ ചിറകടിയേറ്റ് രാക്ഷസ പ്രവരനും ചഞ്ചലമുണ്ടായി വന്ന്. അവനും ഇനി എന്ത് പറ്റും? കാരണം പെട്ടെന്നൊന്നും ചിന്തിക്കാൻ കഴിയില്ല. കുതിരയെ കഴിഞ്ഞ് വീണുപോയി പിന്നെ രഥം മുമ്പോട്ട് പോകും. അപ്പോൾ ഒന്നും പറ്റാത്തൊരു രീതിയിൽ അപ്പോഴവനവിടായി ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി കീർത്തി ഒടുങ്ങി ഇതെന്ന് ആർത്തി പൂണ്ടുടന്ന ഒരു രാത്രി ചാരീന്ദ്രൻ. അപ്പോൾ ഇനി എന്ത് പറ്റും? എൻ്റെ യാത്ര ഈ സീതയും കൊണ്ട് പോയേക്കും ഇല്ലയോ?
പെട്ടെന്ന് തന്നെ ഇതെല്ലാം വീണാൽ തറയിലായിപ്പോയില്ലയോ, മേലോട്ട് പോകാൻ പിന്നെ എന്ത് ചെയ്യും? കുതിരയെല്ലാം എല്ലാം പൊടിച്ച് തകർത്ത് ഞെട്ടില്ലേ. അപ്പോൾ അവനെ യാത്ര മുടങ്ങിയെന്ന് എൻ്റെ കീർത്തിയൊക്കെ പോയല്ലോ. കള്ളസന്യാസി രാജാവായിട്ട് വലിയ പിന്നെ എന്താ പറയുക, പർവ്വതം പോലത്തെ രാക്ഷസനായി മാറിയിരിക്കില്ല. അപ്പോൾ അവൻ്റെ കീർത്തി പോകും. അത് ആർത്തി കൊണ്ട് ഉഴന്ന് എന്താ ഇനി വേണ്ട. അവൻ രാത്രി ശാരീന്ദ്രൻ, അത് ഈ രാക്ഷസൻ അപ്പോൾ എന്ത് ചെയ്തു? ധാത്രീ പുത്രിയെ തത്ര ധാത്രി നിർത്തി. അത് ഈ ധാത്രീ പുത്രി സീത ഉഴവച്ചാൽ നിന്ന് കിട്ടിയതാണ് ധാത്രീപുത്രി, ഭൂമിപുത്രി. അതിനെ എന്ത് ധാത്രിയിൽ നിർത്തി, ഭൂമിയിൽ തന്നെ നിർത്തിയിട്ട് പുനരോർത്തു തൻ ചന്ദ്രഹാസം ഇളക്കി. ലഘുരാവിൻ്റെ ആയുധം അങ്ങോട്ട് ഇളക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പം അയാളിന് വേറൊരു തേരി കയറലും ഈ പക്ഷി അതുപോലെ ചെയ്യും. അതുകൊണ്ട് അവൻ അപ്പോഴും ഓർമ്മ വന്നവന് എന്തുണ്ട്? ചന്ദ്രഹാസമുണ്ട്, ഒരു ആയുധമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? ലഘുതരം പക്ഷി നായകൻ്റെ പക്ഷങ്ങൾ ഛേദിച്ച പക്ഷം ചിറക്, ഈ പക്ഷിയുടെ പക്ഷങ്ങൾ അങ്ങ് ഛേദിച്ചു. രണ്ട് കൈ ചിറക് രണ്ടങ്ങ് ഛേദിച്ചു. അക്ഷതി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? പിന്നെ അക്ഷമനായി താഴെ വീണുപോയി. ഈ പക്ഷി ചിറകൊണ്ടല്ലേ പറക്കാൻ പറ്റൂ. അക്ഷതി തന്നിൽ വീണാൻ അക്ഷമനായിട്ട് അവൻ പെട്ടെന്ന് ഭൂമിയിൽ അങ്ങ് വീണ്. രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷര ചിത്തത്തോടും ദക്ഷിണ ദിക്ക് നോക്കി, തെക്കോട്ട് നോക്കി. മറ്റൊരു തേരിലേറി തെറ്റുന്ന നട കൊണ്ടാൽ പെട്ടെന്ന് തന്നെ അവൻ വേറൊരു തേരിലേറി. അവൻ വിചാരിക്കും അവൻ ഇതുണ്ട്, മായയുണ്ട്. പെട്ടെന്ന് വിചാരിക്കും എല്ലാം വരും. പക്ഷേ പക്ഷിയുടെ ചിറക് ഛേദിച്ചില്ലേ വീണ്ടും ഇത് തന്നെ അവസ്ഥ. അതുകൊണ്ട് അതും ശ്രീരാമൻ തിരക്ക് വരുമ്പോൾ അവൻ്റെ നാട്ടിൽ എത്തണ്ടേ. അവൻ പെട്ടെന്ന് തന്നെ വേറെ തേരി കയറി അവൻ കൊണ്ടുപോയി. മറ്റാരും പാലിപ്പാൻ ഉറ്റവരായിട്ട് എന്നോർത്തിറ്റിട്ട് വീണിടുന്ന കണ്ണുനീരോടും അപ്പോൾ കറ്റവാർ കുഴലിയാൻ ജാനകി ദേവി. ആരും രക്ഷിപ്പാനില്ല, പക്ഷിയുണ്ടായിരുന്നു, അതും പോയി. അപ്പോൾ ഈ സീതാദേവി എന്ത് ചെയ്യുന്നു? ഇറ്റിറ്റ് വീണിടുന്ന കണ്ണുനീരോടും അപ്പോൾ എന്ത് ചെയ്തു? കറ്റവാർ കുഴലിയാൻ ജാനകി ദേവി താനും ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായെന്ന് പൃഥ്വിപുത്രിയും വരം പത്രിരാജന് നൽകി. ഈ പത്രിരാജ ഈ പക്ഷിക്ക് കൊടുത്തു. എന്ത് പറഞ്ഞു? ശ്രീരാമൻ വരുവോളം നീ ഇങ്ങനെ കിടക്കണം മരിക്കാതെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വരം പോലെ കൊടുത്തിട്ട് ജീവനും പോകായെന്ന് പൃഥ്വിപുത്രിയും സീതയും വരം പത്രിരാജന് നൽകി ഈ പക്ഷിക്ക് കൊടുത്തിട്ട് പൃഥ്വി മണ്ഡലം അകന്ന് ആശമേൽപോട്ട് പോയാൾ. അയ്യോ രാഘവ ജഗന്നായക നിലവിളിയും തുടങ്ങി. അയ്യോ രാഘവ ജഗന്നായക ദയാനിധേ, നിന്നെ ഉപേക്ഷിച്ച് എന്തു നീ എന്നെ ഉപേക്ഷിച്ചത് എന്തു കാരണം നാഥ? രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു. രക്ഷിതാവായിട്ട് ആരുമില്ല എനിക്ക്. അയ്യോ പാപം ലക്ഷ്മണ. അപ്പോഴാ ലക്ഷ്മണ, ഞാൻ പാപിയായിപ്പോയാൽ ലക്ഷ്മണ നീ പറഞ്ഞിട്ട് ഞാൻ കേൾക്കാഞ്ഞിട്ടാണല്ലോ. പാവം ലക്ഷ്മണ, നിന്നോട് ഞാൻ പരുഷ വാക്കുകൾ പറഞ്ഞല്ലോ. നീ എന്നെ കെട്ടാൻ വേണ്ടിയാണ് ശ്രീരാമനെ വധിക്കാൻ നാശം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ലക്ഷ്മണ, നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ. രക്ഷിച്ചു കൊള്ളണമേ ദേവരാ ദയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ. ഭൂദേവിയും എന്നെ വെടിഞ്ഞാളിത് കാലം. ഭൂമിദേവി എന്നെ വെടിഞ്ഞല്ലോ. പ്രാണവല്ലഭ പരിത്രാഹിമാ ജഗൽപതേ. കൗണപാധിപൻ എന്നെ കൊന്ന് ഭക്ഷിക്കും മുമ്പേ സത്വരം വന്ന് പരിപാലിച്ചു കൊള്ളേണമേ. സത്വചേതസ മഹാസത്വവാരിധേ നാഥ. ഇത്തരം വിലപിക്കുന്ന നേരത്ത് ശീഘ്രം രാമഭദ്രനിങ് എത്തും എന്ന് ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നിടാൻ. അത് നേരം പെട്ടെന്ന് തന്നെ ശ്രീരാമൻ വരുന്നതിന് മുമ്പേ അയാൾ പെട്ടെന്ന് പോവുകയാണ്. പൃഥ്വിപുത്രിയും കീഴ്പോട്ട് ആശ നോക്കുന്ന നേരം അദ്രിനാഥ അഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ. അപ്പോൾ എന്ത് മേൽപോട്ടിങ്ങനെ പോയപ്പോൾ അദ്രിനാഥ ഒരു പർവ്വതത്തിൻ്റെ അഗ്രത്തിൽ പഞ്ചവാനന്മാരെ കണ്ട് 5 കുരങ്ങന്മാരിരിക്കുന്നു. വിദ്യുതം വിഭൂഷണ സഞ്ചയം അഴിച്ച് തൻ ഉത്തരീയാർത്ഥ കണ്ഠം കൊണ്ട് ബന്ധിച്ചു. രാമഭദ്രന് കാണാൻ യോഗം വരിക നഗതാലിൽ സ്മൃത്വ കീഴ്പോട്ട് നിക്ഷേപിച്ചത് സീതാദേവി. അദ്ദേഹത്തിൻ്റെ അവരുടെ ആഭരണങ്ങളെടുത്ത് ഒരു മേൽമുണ്ടിനകത്ത് കെട്ടി താഴേക്കിട്ട് ഈ വാനന്മാർക്ക് എടുത്ത് അപ്പോൾ എങ്ങനെ ശ്രീരാമൻ കാണണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിട്ടു. അത് അകതാൽ സ്മൃത്വ ഓർത്ത് കീഴ്പോട്ട് നിക്ഷേപിച്ച് സീതാദേവി. മത്തനാം നക്തഞ്ചൻ അറിഞ്ഞില്ല. അതും അപ്പോൾ ഈ മത്തുടിച്ചിരിക്കുന്ന അഹങ്കാരി, അവൻ മത്തനല്ലയോ, അന്ധത പിടിച്ചിരിക്കില്ല, അവനിതൊന്നും അറിഞ്ഞില്ല. അബ്ധിയും ഉത്തീര അബ്ധി അത് കടൽ. അബ്ധിയും ഉത്തീര തൻ പത്തനം ഗത്വാ തൂർണം ശുദ്ധ അന്തമധ്യേ മഹാ അശോകകാനദേശേ ശുദ്ധ ഭൂതലേ മഹാശിംശവ തരുമൂലേ. ഹൃദ്യമാരായ നിജരക്ഷോനാരികളെയും നിത്യവും പാലിച്ചു കൊള്ളകന്ന് ഉറപ്പിച്ചു തൻ്റെ വസ്തി ഉൾപ്പൊക്ക് വസിച്ചിടാൻ ദശാനനൻ. അങ്ങനെ അവളുടെ സ്ത്രീകളെ ഏൽപ്പിച്ചു.
ശിംശപ തരുമു വൃക്ഷത്തിൻ്റെ മൂട്ടിൽ ഇരുവൂൾ മരച്ചുവട്ടിൽ കൊണ്ട് ഇരുത്തിയിട്ട് അവിടുത്തെ നാരികളോട് പറഞ്ഞു ഇവരെ നോക്കിക്കൊള്ളണം. എന്നിട്ട് അവൻ അവൻ്റെ ഭവനത്തിലേക്ക് പോയി. ഉത്തമോത്തമയായ ജാനകി ദേവി പാതിവൃത്തി ആശ്രിത്യ വസിച്ചിരുന്നാൽ അതുകാലം വസ്ത്രകേശാദികളും അത്രയും മലിനമായി വക്രവും കുമ്പിട്ട് സന്തപ്തമാം ചിത്തത്തോടും രാമേതി ജപധ്യാന നിഷ്ഠയ യാമിനീശരകുല നാരികളുടെ മധ്യേ നീഹാര ശീത ആതപവാദ പീഡയും സഹിച്ച് ആഹാരാദികൾ ഏതും കൂടാതെ ദിവാരാത്രം രാത്രിയും പകലെല്ലാം ഒന്നും കഴിക്കാതെ നീഹാര ശീത ആതപം വെയിലും മഞ്ഞും മഴയും ചൂടും എല്ലാം സഹിച്ച് ആഹാരങ്ങളൊന്നും ഇല്ലാതെ കഴിക്കാതെ നീഹാരാദികൾ ഏതും കൂടാ ദിവാരാത്രം ദിവസം രാത്രിയും പകലും ലങ്കയിൽ വസിച്ചത് ആതങ്കം ഉൾക്കൊണ്ട് മായാസങ്കടം മനുഷ്യജന്മത്തിലെങ്കിൽ ആർക്കാ ഇല്ലാത്തത്. ഇങ്ങനെയുള്ള മനുഷ്യജന്മം എടുത്ത ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും. അതുപോലെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, വാസനകളാണ്. കഴിഞ്ഞ ജന്മത്തെ വാസന കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് എങ്കിലും നന്മയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് പഠിച്ചാൽ നമ്മൾ കുറേയൊക്കെ നേടാം. എല്ലാം അങ്ങ് വിധിക്ക് വിടരുത്. നമ്മുടെ ജന്മഫലമാണെന്ന് പറഞ്ഞ് കളയാതെ നമ്മൾ മനഃപൂർവ്വം എന്താ നേടാൻ പറ്റാത്തത് ലോകത്ത്? ഈശ്വരാരാധന ഉണ്ടെങ്കിൽ എന്തും നമുക്ക് വാസനയൊക്കെ പുറക്കെ ഇരിക്കും, നമുക്ക് എന്തും നേടാം. മടി പിടിക്കാതെ ഒരു മൂലയെ കുത്തിയിരിക്കാതെ എല്ലാം വേണമെന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കണമല്ല. ആധ്യാത്മികം നമുക്ക് വേണം എന്ന് കരുതണം. അല്ല ആഹാരവും വസ്ത്രവും ഈ ലോക ജീവിതത്തിലെ സുഖം മാത്രം പോരാ, ഈശ്വരനെ കൂടെ അറിയണം, ചിന്ത വേണം. എന്നാലേ നമുക്ക് മേലോട്ട് പോകാൻ പറ്റും. അത് ചെവി ഉള്ളവൻ കേൾക്കും എന്ന് പറയുന്നത് എന്താ? അതിന് യോഗമില്ലാത്തവർക്ക് കേൾക്കാൻ ഒക്കത്തില്ല, അത്ര തന്നെ. ഈ തോന്നിയുണ്ട്, സമയം പോയല്ലോ. സീത അന്വേഷണം. രാമനും മൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരം എയ്തു കൊന്ന് വേഗേന നടകൊണ്ടാൻ ആശ്രമം നോക്കി പുനരാഗമ കാതലായ രാഘവൻ തിരുവടി 4-5 ശരപ്പാട് നടന്നോരനന്തരം ബാലകൻ വരവീഷ ദൂരവേ കാണായി വന്നു. വരവ് ശ്രീരാമൻ മാരുതിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഈ കുട്ടി ലക്ഷ്മണൻ അങ്ങോട്ട് ചെല്ലുന്നു. അതാണ് ബാലകൻ വരവീഷ ദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നത് കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പൽ നിരൂപിച്ച് കൽപ്പിച്ചു കരണീയം. തോനെ വായിക്കാനുണ്ട്. ലക്ഷ്മണൻ ഇത് പറഞ്ഞില്ലല്ലോ പരമാർത്ഥം, ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരൂ. ഇതൊന്നും ഈ മായാസീതയാണെന്നും ലക്ഷ്മണനെ അറിയിച്ചില്ല. കാരണം മായാസീത ഉണ്ടെങ്കിലേ രാവണനെ വധിക്കാൻ പറ്റൂ. ഇതിങ്ങനെ സംഭവിക്കേണ്ടത്. അതുകൊണ്ട് ലക്ഷ്മണന്റെ ഈ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഭഗവാൻ അറിയാം ഇവരെയും കൊണ്ട് അവൻ പോകുമെന്ന്. അത് ലക്ഷ്മണനെ അറിയിച്ചാൽ ലക്ഷ്മണൻ തിരക്കി പോകൂല, അതുകൊണ്ട് ഒന്നും അറിയിച്ചില്ല. ലക്ഷ്മണൻ ഏതും അറിഞ്ഞില്ലല്ലോ പരമാർത്ഥം, ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരൂ പറയത്തില്ല. യക്ഷോനായകൻ കൊണ്ടുപോയത് മായാ സീത ലക്ഷ്മി ദേവിയെ ഉണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു? യഥാർത്ഥ ദേവിയെ കിട്ടാൻ ആർക്കെങ്കിലും ആണ് ദേവിയല്ലേ, ഒരിക്കലും നടക്കാത്ത കാര്യം. അഗ്നിമണ്ഡലത്തിങ്കിൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യം വന്നുകൂടാ. അതുകൊണ്ട് അറിയാതിരിക്കുകയാണ് മാനം. ദുഃഖിച്ചുകൊള്ളൂ, ഞാനും പ്രാകൃതൻ എന്ന പോലെ. അതുകൊണ്ട് അവർക്കൊപ്പം പ്രാകൃതം കാണിക്കാം, എന്നുവെച്ചാൽ മായം കാട്ടാം, യഥാർത്ഥത്തെ പറയാതെ. മൈക്കണ്ണി തന്നെ തിരഞ്ഞ് ആശ പോയി ചെല്ലാമല്ലോ. എല്ലാവരും തിരയുന്ന പോലെ രാമനും ശ്രീരാമനും അങ്ങനെ അഭിനയം കാണിക്കുന്നു. യശോനായകനുടെ രാജ്യത്തിൽ എന്നാൽ പിന്നെ തൽകുലത്തോടും ഗുഡരാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലെ വാഴ സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാം. അയോധ്യയ്ക്ക് വൈകാതെ പിന്നെ, അതായത് ഈ തൽകുലത്തോട് അവൻ്റെ രാവണൻ്റെ കുലത്തോട് വസിക്കണമെങ്കിൽ ഇത് ആവശ്യമാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വായിച്ചു പോകാൻ സമയം പോയി. വ്യാജാൽ എന്നുവെച്ചാൽ സത്യമാണെങ്കിലും കള്ളത്തരത്തിൽ വേണം ഇത് ചെയ്യാൻ. യഥാർത്ഥ സീത അല്ല, പക്ഷേ അങ്ങനെ ഇരിക്കാവൂ. അതാണ് വ്യാജം എന്ന് പറയുന്നത്. ഭഗവാനും അവിടെ അല്പം വ്യാജം കാണിക്കുന്നു. അക്ഷയധർമ്മമോടെ രാജ്യത്തെ വഴി പോലെ രക്ഷിച്ച കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവൻ യുദ്ധം പ്രാർത്ഥിക നിമിത്തമായി അർക്കവംശത്തിൽ ഞാൻ മർത്യനായി പിറന്നതും മാനുഷനാകും എന്നോട് ചരിതവും വൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർത്യന് അപ്രയാസേന വെച്ചാൽ ഒരു പ്രയാസം കൂടാതെ. എന്താണ് ഭക്തിമാർഗേണ ചെയ്യും മർത്യന്? നമ്മൾ മനുഷ്യർക്ക് ഭക്തി ഉണ്ടെങ്കിൽ ഒരു പ്രയാസവും കൂടാതെ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വെറുതെ ഇരിക്കണ്ട, നമ്മളെല്ലാം ഭഗവാനെ അർപ്പിച്ച് എല്ലാം ചെയ്യും. ഭക്തി വേണം. അപ്പോൾ വാസന നമ്മൾ ഇരിക്കണം. എല്ലാം വിധിയെ നമ്മൾ പഴിക്കണ്ട, നമുക്ക് കടന്നു പോകാം, ഏത് ദുഃഖത്തിൽ നിന്നും കടന്നു പോകാം ഭക്തി ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാനിതിങ്ങനെ പറയാതെ മുമ്പോട്ട് പോകും. ഇത് പറയുന്ന മക്കൾ നന്നാവാനല്ലേ. സമയം പോകുന്ന പറഞ്ഞാൽ ഓടിച്ചു പോയത് നിങ്ങൾ അറിയണ്ടേ.
അതുകൊണ്ട് ഭക്തിമാർഗണ ചെയ്യും മർത്യന് അപ്രയാസേന മുക്തതയെ സിദ്ധിച്ചിട്ട് വല്ല സംശയം, ഒരു സംശയം വേണ്ട, എന്തും കാര്യം സാധിക്കാം. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃതപുരുഷനെ പോലെ എന്ന് അകതാരിൽ നിർണയിച്ച് അവരതിനോടല്ല ചെയ്തിട്ട് ഞാൻ വർണ്ണശാലയിൽ സീതയ്ക്ക് ആരോ തുണയുള്ളൂ. എന്തിനിങ്ങോട്ട് പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസൻ അവളെയും വഴക്ക് വരുന്നത്, എന്താ നീ അവിടെ ഇട്ടിട്ട് പോരുന്നത്, അതുകൊണ്ടല്ലേ കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ച് കളകയോ കണ്ടക ജാതികൾക്ക് എന്തോ നരുതാത്തതോർത്താൽ അഗ്രജവാക്യം ഏവം കേട്ടു ലക്ഷ്മൺ താനും അഗ്രേ നിന്നുടൻ ഉടൻ തൊഴുതു വിവശനായി ഗൽഗദാക്ഷരം ഉര ചെയ്തതു ദേവിയുടെ ദുർഗ്രഹ വചനങ്ങൾ ബാഷ്പവും തൂകി ഹാഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം ഹാഹാ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടും ഇപ്പോൾ ഇത്ര നക്തൻ ചരന്തൻ വിലാപങ്ങൾ കേട്ട് മുക്തഗാത്രിയും തവ നാദമെന്ന് ഉറക്കിയാൽ ഭഗവാന്റെ കരച്ചിലാണെന്ന് കരുതി സീത എന്നെ പറഞ്ഞു വിട്ടതാണ്, എന്നെ വേണ്ടാത്തതൊക്കെ പറഞ്ഞു. അത്യന്തം പരിതാപം കൈക്കൊണ്ട് വിലപിച്ചു ശത്രുൻ ചെന്ന് രക്ഷിക്ക എന്ന് എന്നോട് അരുൾ ചെയ്താൽ ഇത്തരം നാദം മമ പ്രാതാവിൽ ഉണ്ടായി വരാ. ഇങ്ങനെ സഹോദരൻ കരയത്തില്ല, ഇതൊക്കെ ലക്ഷ്മണൻ പറഞ്ഞു നോക്കി. എന്നിട്ട് വരത്തില്ല. എന്നിട്ടോ ചിത്ത മോഹവും വേണ്ട, അസത്യം എന്നാൽ വേണ്ട, നിനക്ക് ചിത്തം വിഷമിക്കേണ്ട, ഇത് സത്യം എന്നറിഞ്ഞാൽ ഞാൻ പല സത്യമാണ്. ശ്രീരാമൻ ഇങ്ങനെ ദുഃഖിച്ച് കരയത്തില്ല, ആതുരനാവുകയില്ല. ഭഗവാൻ ലോകത്തെ എല്ലാവരും ജയിക്കുന്ന ആളാണ് ശ്രീരാമൻ. എന്നിട്ട് രാക്ഷസനുടെ മായാഭാഷിതം ഇത് നൂനം കാർഷണം പൊറുക്കെന്ന് ഞാൻ ഒരു ചൊന്നേൻ. ഇത് രാക്ഷസന്മാരുടെ മായയാണ്, അത് മനസ്സിലാക്കൂ. അത് പലവരും ഞാൻ പറഞ്ഞിട്ട് എന്നത് കേട്ട് ദേവി പിന്നെയും ഉര ചെയ്താൽ എന്നോട് പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ നിൻ മുമ്പിൽ നിന്ന് ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോട് ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു. സീത പറഞ്ഞ വാക്ക് കേട്ട ചെവി പൊത്തിക്കൊണ്ട് തന്നെ പോയി. കാരണം എന്താ, എന്നെ നിനക്ക് വേണ്ടിയിട്ടാണ് ശ്രീരാമൻ നശിക്കാനാണെന്ന് പറഞ്ഞ് അത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചിന്തിച്ച് ദേവകളെ പ്രാർത്ഥിച്ച് രക്ഷാർത്ഥമായ നിന്തിരും മല അടി വന്ദിപ്പാൻ വിടകൊണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് വന്നത്. ആരെ ഏൽപ്പിച്ചു? മലദേവ ഈ അവിടുത്തെ വനദേവതന്മാരെ ഏൽപ്പിച്ചിട്ടാണ്. എങ്കിലും പിഴച്ചതു പോകുന്നത് സൗമിത്രേ, നീ എന്നാലും പിഴച്ചു പോയി സൗമിത്ര ലക്ഷ്മണ എന്ന് പറഞ്ഞു. ശങ്കയുണ്ടായിടാമോ? ദുർവചനങ്ങൾ കേട്ടാൽ, ഈ അബലകളായ സ്ത്രീയുടെ വചനം കേട്ട് നിനക്ക് എന്താ നീ ഇങ്ങനെ ശങ്കിച്ചത്? അത് ധൈര്യത്തോടെ നിൽക്കണ്ടായിരുന്നോ? യോഷമാരുടെ ഇങ്ങനെയുള്ള ബലമില്ലാത്ത വാക്ക് സത്യമെന്നോർക്കുന്നവൻ, ഇങ്ങനെയുള്ള സ്ത്രീകളുടെ വാക്ക് സത്യമെന്നോർക്കുന്നവൻ ഭോഷൻ എത്രയും എന്ന് നീ അറിയുന്നതില്ലേ? നിനക്കത് പറ്റിയതാണോ? നീ ഒന്നുമില്ലെങ്കിൽ എൻ്റെ അനുജനല്ലേ, നീ ശേഷനല്ലേ, നീ ബലവാനല്ലേ, അനന്തനല്ലേ, ഭോഷൻ എത്രയും എന്ന് നീ അറിയുന്നതില്ലേ? രാക്ഷസാം പരീക്ഷകൾ കൊണ്ട് കളകയോ ഭക്ഷിച്ച് കളകയോ ചെയ്തെന്നറിഞ്ഞില്ല. യൗവനമാർ കൊണ്ടുപോയി അവളെ സീതയെ കൊന്നു തിന്നോ ഭക്ഷിച്ചോ എന്ത് ചെന്നറിയില്ലല്ലോ. ഇങ്ങനെ നിനച്ച് ഉടജ അന്തർഭാഗത്തിങ്ങൾ ചെന്നെങ്ങുമേ നോക്കി കാണാൻ ആകുലപ്പെട്ടു രാമൻ എല്ലായിടവും പോയി നോക്കി. എല്ലാവർക്കും ഒപ്പം നോക്കണ്ടേ? ദുഃഖഭാവവും ഭാവം കാണും, ദുഃഖം ഇല്ല, പക്ഷേ ദുഃഖഭാവവും കൈക്കൊണ്ട് എത്രയും വിലപിച്ചാൻ വെറുതെ അങ്ങ് കരഞ്ഞു. ശ്രീരാമൻ അറിയാം ഇതിനായിട്ട് തന്നെ നിർത്തിയേക്കുക പർണശാല. ഈ ദുഷ്ടൻ അല്ലാതെ എന്ത് ചെയ്യും? അവനെ കൊല്ലണം. പിന്നെ 14,000 പേരെ കൊന്നനെ വൈരക്തം വരാതിരിക്കത്തുമില്ല. അപ്പോഴിങ്ങനെ സംഭവിക്കാൻ പറ്റുമോ? ശ്രീരാമനും ഈശ്വരനായതുകൊണ്ട് ഭഗവാൻ അറിയാം. അതുകൊണ്ട് പർണശാല യഥാർത്ഥ സീതയെ നിർത്താതെ മായാസീതയെ നിർത്തിക്കൊണ്ട് അങ്ങനെ കൊണ്ട് പോയെങ്കിൽ മാത്രമേ രാവണനെ പിടികിട്ടത്തുള്ളൂ, അവനെ ഉന്മൂലനാശം എല്ലാം തീർക്കാനും പറ്റും. അതുകൊണ്ട് ഭഗവാൻ ദുഃഖഭാവവും കൈക്കൊണ്ട് എത്രയും വിലപിച്ചാൻ നിഷ്കളൻ ആത്മാ രാമൻ നിർഗുണൻ ആത്മാനന്ദൻ. ഹാഹാ വല്ലഭേ സീതേ, ഹാഹാ മൈഥിലി നാഥേ, ഹാഹാ ജാനകീദേവി, ഹാഹാ മൽപ്രാണേശ്വരി, എന്നെ മോഹിപ്പിപ്പതിനായി മറിഞ്ഞിരിക്കയോ തന്നെ നീ വിളിച്ചെത്ത് വന്നിടും അടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്ന് അത്തൽ പൂണ്ട് അന്വേഷിച്ചും കാണാൻ വിവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു? വനജ്യേഷ്ഠനായ സീതയെ സത്യം ചൊൽവൻ, മൃഗസംശയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു? മൃഗലോചനയായ ജനകപുത്രി തന്നെ എല്ലാവരോടും ചോദിക്കുന്നത്, മൃഗങ്ങളോടും വനജ്യേഷ്ഠനായ എല്ലാവരോടും വനദേവന്മാരുടെയൊക്കെ ചോദ്യം നിങ്ങൾ കണ്ടോ? ജാനകിയെ പക്ഷി സംശയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു? പഷ്മളാക്ഷിയെ മമ ചൊല്ലുവൻ പരമാർത്ഥം, വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങൾ അങ്ങാനുമുണ്ടോ കണ്ടു? യുദ്ധം ഓരോന്നേ പറഞ്ഞ് എത്രയും ദുഃഖം പൂണ്ട് സത്തരം നീളത്തിരഞ്ഞെങ്ങുമേ കാണ്ടിയില്ലോ. സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണൻ ഏകൻ അചലൻ പരിപൂർണൻ